എല്ലാ നഗരത്തിൽ നിന്ന് വരുന്ന കഥകളും നോവലുകളുമാണ്. അപ്പം എൻ്റെ കാര്യത്തിൽ മയ്യഴിയിൽ ജനിച്ചു എന്നുള്ളൊരു ഭാഗ്യം, ഫ്രഞ്ചുകാരനായി ജനിച്ചു എന്നുള്ളൊരു ഭാഗ്യം, ഡൽഹിയിൽ പോയി എന്ന് ഡൽഹിയിൽ പോകാൻ സാധിച്ച ഒരു ഭാഗ്യം, ഈ എല്ലാ ഭാഗ്യങ്ങളും ചേർത്ത് വെച്ച് നോക്കുമ്പോഴാണ് ഞാനുണ്ടാകുന്നത്. അദ്ദേഹമാണ് നമ്മുടെ മയ്യഴിപ്പുഴ തീരങ്ങളിലെ കുഞ്ഞനന്തൻ മാഷ്. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട് എന്ന് മലയാളിയായ അല്ലെങ്കിൽ മയ്യഴിപ്പുഴക്കാരനായ ഒരു എഴുത്തുകാരന് തോന്നാനിടയാക്കിയ സാഹചര്യം. MT ഇല്ലായിരുന്നുവെങ്കിൽ പിന്നെ നമ്മുടെ ഈ ആധുനിക സാഹിത്യം കേരളത്തിൽ ഒരുപക്ഷെ വരില്ലായിരുന്നു. വരുന്നുണ്ടെങ്കിൽ തന്നെ പിന്നെ കുറേ വൈകുമായിരുന്നു. അത് നേരെ ഞങ്ങളുടെ അടുത്തെത്തും. അത് ഞാൻ ഓരോ മാസവും ഈ പുസ്തകങ്ങൾ വരുമ്പം എനിക്കെൻ്റെ നെഞ്ചിടിക്കുന്നത് കേൾക്കാം, എന്താണ് ഇതിലുള്ളത് എന്നല്ല. ഒരുപക്ഷെ മുകുന്ദേട്ടൻ ജനിച്ചത് ഫ്രഞ്ച് അധീനതയിലുള്ള മയ്യഴിയിലാണ്. ദീർഘകാലം ജോലി ചെയ്തത് അല്ലെങ്കിൽ ശമ്പളം വാങ്ങിയത് ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെതാണ്. 38 വർഷത്തോളം ഫ്രഞ്ച് എംബസിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. തീർച്ചയായും ഇപ്പോൾ പെൻഷൻ വാങ്ങുന്നതും ഫ്രാൻസിൽ നിന്ന് തന്നെയായിരിക്കും. മെർസി മൊസ്യേ, ജം കേരള ബൊക്കോ. ഇത്രയും മതിയാ. അതിൻ്റെ പരിഭാഷ കൂടി നമ്മളെ ചീത്ത പറഞ്ഞാണോ നമുക്കറിയണ്ടേ? പരിഭാഷ: നന്ദി സർ, ഞാൻ കേരളത്തെ വളരെ ഇഷ്ടപ്പെടുന്നു. സാർത്തറിനെ മനസ്സിലാക്കണമെങ്കിൽ സാർത്തറിന് മുമ്പുണ്ടായിട്ടുള്ള മുഴുവൻ ദാർശനികരെയും മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. മണിയമ്പറത്ത് മുകുന്ദൻ എം മുകുന്ദനായി, ഇപ്പോൾ മുകുന്ദേട്ടനായി. മലയാളത്തിൻ്റെ മുകുന്ദേട്ടനാണ് എം മുകുന്ദൻ. ഇതൊരു വലിയ യാത്രയാണ്. ഈ യാത്രക്കിടയിൽ ഒരുപക്ഷെ മുകുന്ദേട്ടൻ ജനിച്ചത് ഫ്രഞ്ച് അധീനതയിലുള്ള മയ്യഴിയിലാണ്. ദീർഘകാലം ജോലി ചെയ്തത് അല്ലെങ്കിൽ ശമ്പളം വാങ്ങിയത് ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെതാണ്. 38 വർഷത്തോളം ഫ്രഞ്ച് എംബസിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. തീർച്ചയായും ഇപ്പോൾ പെൻഷൻ വാങ്ങുന്നതും ഫ്രാൻസിൽ നിന്ന് തന്നെയായിരിക്കും. ഒരുപക്ഷെ മലയാളി അദ്ദേഹത്തിന് കൊടുത്തത് കുറേ റോയൽറ്റിയും കുറച്ച് അവാർഡുകളും മാത്രമായിരിക്കും. ബാക്കി ജീവിതത്തിൻ്റെ ഭാരം മുഴുവൻ പേറിയത് ഫ്രഞ്ചുകാരാണ്. ഈ ഫ്രഞ്ചുകാരെന്ന് പറയുമ്പോൾ ഞാനൊരിടത്ത് വായിച്ചിട്ടുണ്ട്, പാരീസിലെ യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ ബുക്ക് ഷോപ്പിൽ, യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു ചെറു നഗരത്തിലൊരു വലിയ ബുക്ക് ഷോപ്പിൽ മുകുന്ദേട്ടൻ അവിടെ ഫ്രഞ്ച് ഭാഷയിൽ സംസാരിക്കുമ്പം അവിടെയുള്ള ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്നിട്ട് മുകുന്ദേട്ടനോട് നിങ്ങളുടെ മാതൃഭാഷയിൽ എന്തെങ്കിലും പറയണം എന്ന് പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോൾ പറയുന്നത്, മുകുന്ദേട്ടൻ ഫ്രഞ്ചാണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പറഞ്ഞ ഈ ചരിത്രം, ഫ്രഞ്ച് ഭാഷ അറിയാം, ഫ്രഞ്ച് വായിക്കാനറിയാം, എഴുതാനറിയാം, ഫ്രഞ്ച് ഭാഷയിൽ ടൈപ്പ് റൈറ്റ് ചെയ്യാനും കൂടി അറിയാം. അങ്ങനെയുള്ള മുകുന്ദേട്ടൻ ഈ സംഭാഷണം തുടങ്ങുന്നതിന് മുന്നേ കേരളത്തെക്കുറിച്ച് കുറച്ച് വാചകങ്ങൾ ഫ്രഞ്ച് ഭാഷയിൽ പറഞ്ഞുകൊണ്ട് തുടങ്ങണമെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ മലയാളി മുകുന്ദേട്ടൻ്റെ ഫ്രഞ്ച് എന്താണെന്ന് കേട്ടിട്ടുണ്ടാവില്ല. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് ഞാൻ കരുതുക. മെർസി മൊസ്യേ, ജം കേരള ബൊക്കോ. ഇത്രയും മതിയാ. അതിൻ്റെ പരിഭാഷ കൂടി നമ്മളെ ചീത്ത പറഞ്ഞാണോ നമുക്കറിയണ്ടേ? പരിഭാഷ: നന്ദി സർ, ഞാൻ കേരളത്തെ വളരെ ഇഷ്ടപ്പെടുന്നു. ഓക്കെ, തീർച്ചയായിട്ടും മുകുന്ദേട്ടനും ഞാനും തമ്മിലൊരു ചെറിയ സാദൃശ്യം ഞാൻ പറയാം. കേരളത്തിൽ ആദ്യമായിട്ട് നടന്ന പ്രധാനപ്പെട്ട സാഹിത്യോത്സവം എന്ന് പറയുന്നത് ഹേ ഫെസ്റ്റിവലാണ്. അതിവിടെ ഈ തിരുവനന്തപുരം നഗരത്തിൽ ഹേ ഫെസ്റ്റിവൽ നടന്നപ്പോൾ അന്ന് ഉദ്ഘാടന സെഷൻ മുകുന്ദേട്ടനും MT വാസുദേവൻ നായരും തമ്മിലുള്ള സംഭാഷണമായിരുന്നു. ഏറ്റവും അവസാനമായിട്ട് 2024 ജനുവരിയിൽ KLF-ൽ ഞാനും MT വാസുദേവൻ നായരും തമ്മിലാണ് സ്റ്റേജിൽ സംസാരിച്ചത്. ഇങ്ങനൊരു സാദൃശ്യം നമ്മൾ MT ഓർക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എൻ്റെ ചോദ്യം, ആദ്യമായിട്ട് മുകുന്ദൻ എന്ന് പറയുന്ന എഴുത്തുകാരനെ എഴുത്തുകാരനാക്കുന്നതിൽ MT വാസുദേവൻ നായർ എന്ന എഡിറ്ററുടെ പങ്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അത് MT എന്നെ എഴുത്തുകാരനാക്കിയെന്ന് അദ്ദേഹം ഒരിക്കലും പറയില്ല. ആരും അങ്ങനെ പറഞ്ഞപ്പോൾ MT പറഞ്ഞത് പിന്നെ ഞാൻ എൻ്റെ ജോലി ചെയ്തു എന്നുള്ളതാണ്. അതായത് ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപർ എന്ന നിലയിൽ ഞാൻ അയച്ച കഥകൾ വായിച്ചു നോക്കി, തിരുത്തണം എന്ന് തോന്നിയത് തിരുത്തി, അത്രേ ചെയ്തിട്ടുള്ളൂ എന്നാണ്. പക്ഷെ അതല്ല, എനിക്ക് തോന്നുന്നത് MT നമ്മൾ ആധുനിക സാഹിത്യം എന്ന് പറയുന്നത് അതിനെ MT ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ഒരിക്കലും പറയില്ല അങ്ങനെ ചെയ്തതായിട്ട്, പക്ഷെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അത് MT ഇല്ലായിരുന്നുവെങ്കിൽ പിന്നെ നമ്മുടെ ഈ ആധുനിക സാഹിത്യം കേരളത്തിൽ ഒരുപക്ഷെ വരില്ലായിരുന്നു. വരുന്നുണ്ടെങ്കിൽ തന്നെ
പിന്നെ കുറേ വൈകുമായിരുന്നു. അപ്പോൾ അതിനുള്ള കാരണം എംടിക്ക് ഇവിടെ വിപുലമായിട്ടുള്ള വായനയാണ്. എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും മറ്റൊരു മലയാളി എഴുത്തുകാരൻ ഇത്രയധികം വായിച്ചിട്ടുണ്ടെന്ന്. സുധീർ വായിച്ചിട്ടുണ്ടാവും, പക്ഷേ ഒരു നോവലിസ്റ്റ്, കഥാകൃത്ത് ഇത്രയധികം വായിക്കുന്നത് അത്ഭുതമാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു, ഈ ആഴത്തിലുള്ള വിപുലമായ വായന കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു ലോകത്തിൽ സാഹിത്യം എങ്ങോട്ടേക്കാണ് സഞ്ചരിക്കുന്നതെന്ന്. അപ്പം ഞങ്ങളും ആ വഴിക്ക്, ഞാനും വിജയനും പിന്നെ കാക്കനാടനും ഞങ്ങളൊക്കെ ആ വഴിയിൽ കൂടിയാണ് പോകുന്നത് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അങ്ങനെ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ വിജയൻ്റെ കാര്യത്തിൽ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വിജയൻ എംടിയേക്കാളും പ്രായമുള്ള ആളും പിന്നെ ഒരുപക്ഷെ വിജയനെ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ MT എനിക്ക് വഴികാട്ടിയെന്ന് വിജയൻ അങ്ങനെ ഒരുപക്ഷെ പറയില്ലായിരിക്കാം. പക്ഷെ ഞാൻ പറയും ഞാൻ പിന്നെ MTയുടെ ഒരു ശിഷ്യനായിട്ടാണ് എന്നെ കാണുന്നത്. ഇന്ന് തന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം എന്നോട് ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീർ പറഞ്ഞു, ഈ പുരസ്കാരം ആദ്യം കിട്ടിയത് പിന്നെ T. പത്മനാഭനാണ്, രണ്ടാമത് കിട്ടിയത് MTക്കാണ്, മൂന്നാമത് കിട്ടിയത് എനിക്കാണ്. അപ്പം ശിഷ്യൻ ഗുരുവിൻ്റെ സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. സന്തോഷം. MT ഓർമ്മിക്കാതെ ഇങ്ങനെയൊരു നമ്മുടെ സംഭാഷണം മുന്നോട്ട് പോകുന്നത് ശരിയല്ലല്ലോ. ഒരുപക്ഷെ ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നേ എഴുത്തുകാരൻ അയാളാണ് മൂന്നേട്ടൻ. 1965 ആദ്യത്തെ കൃതി 1965 ആദ്യത്തെ ചെറുകഥാ സമാഹാരമൊക്കെ ഇറക്കുന്നത് 1965. നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്നത് ദാസൻ, ചന്ദ്രിക, അവരൊക്കെയാണ് നമ്മളെ. മുകുന്ദേട്ടനേക്കാൾ മുന്നേ നമ്മളുടെ മനസ്സിൽ വന്ന ആൾ ദാസനും ചന്ദ്രിക, പിന്നെയാണ് എം മുകുന്ദൻ വരുന്നത്. അപ്പോൾ അത്രമാത്രം മലയാളിയുടെ വായനാനുഭവത്തെ, മലയാളിയുടെ സാഹിത്യാനുഭവത്തെ ഒക്കെ സ്വാധീനിച്ച ഒരു എഴുത്തുകാരനാണ്. ഏറ്റവും കൂടുതൽ സാഹിത്യത്തെ ജനകീയമാക്കിയ ഒരു എഴുത്തുകാരനാണ്. അങ്ങനെ അതേപോലെ തന്നെ ഒരുപാട് ഒരു തലമുറയെ വഴിതെറ്റിച്ച എഴുത്തുകാരനാണെന്നുള്ള പാപഭാരവും കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട്? ആ പാപമൊക്കെ കഴുകിക്കളഞ്ഞോ? ആളുകൾ ഇപ്പോൾ എങ്ങനെ കാണുന്നുണ്ടോ? വേറൊരു എഴുത്തുകാരനായി പോകുന്നതിന് അറിയപ്പെട്ടോ? അല്ല, അത് പിന്നെ അതൊരു പഴയ കാലം. പക്ഷേ ആ കാലത്തെ ഞാൻ തള്ളിപ്പറയില്ല, അതിനെ ഡിസോൺ ചെയ്യാൻ കഴിയില്ല. അത് എൻ്റെ എഴുത്ത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിൻ്റെ കൂടി സൃഷ്ടിയാണ് ഞാൻ. നമ്മൾ ഈ പറയുന്ന ആ ഒരു പഴയ കാലമുണ്ടല്ലോ, എല്ലാവരും വിമർശിച്ചിട്ടുള്ള ഒരു കാലം. അപ്പോൾ ആ കാലത്തിൻ്റെ സൃഷ്ടി കൂടിയാണ് ഞാൻ. എനിക്ക് തോന്നുന്നത് ആ കാലം ഇല്ലായിരുന്നെങ്കിൽ പിന്നെ ഒരുപക്ഷെ ഞാൻ ഉണ്ടാകില്ലായിരുന്നു. അപ്പം നമ്മുടെ ഒരു എഴുത്തുകാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം തന്നെ ആ എഴുത്തുകാരനെ സഹായിക്കുന്നതാണ് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ. അപ്പം അന്നത്തെ കാലം ഞാൻ കുറച്ച് മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നത്, എല്ലായിടത്തും എതിർപ്പുകൾ മാത്രമായിരുന്നു, എല്ലായിടത്തും വാതിലുകൾ അടഞ്ഞു കിടന്നിരുന്നു. എന്നിട്ടും എഴുതി. അതിനുള്ള ഒരു ആത്മധൈര്യം, ഒരു വാശി എനിക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ ആ വാശി എനിക്ക് കിട്ടിയത് MTയിൽ നിന്നായിരിക്കും. MTക്ക് വാശിയുണ്ട്, എങ്ങനെ തോൽപ്പിക്കണം എന്നുള്ള, തുറന്നു പറയില്ല, എനിക്ക് തോൽപ്പിക്കണം, എനിക്ക് ജയിക്കണം എന്നുള്ള ഒരു വാശി. അത് നമുക്ക് ആവശ്യമാണ്. അത് നമ്മൾ ഈ മോഡേൺ മാനേജ്മെൻറ്റിലൊക്കെ നമ്മൾ പറയുന്നുണ്ട്, ഫോക്കസ്ഡ് ആവുക എന്നുള്ളത്. നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ജയിക്കണം എന്നുള്ളത്. പക്ഷേ അന്നെനിക്ക് അങ്ങനെ ജയിക്കണമെന്ന് തോന്നിയിരുന്നില്ല. പക്ഷേ എഴുത്തുകാരനാകണം എന്ന് തോന്നിയിരുന്നു. ആരെയും തോൽപ്പിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അല്ല, ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പം നമ്മൾ പലപ്പോഴും പറയുന്നില്ല അസ്തിത്വവാദം എന്നൊക്കെ MT അതിനെ ഡിസോൺ ചെയ്തിട്ടുണ്ട്. അസ്തിത്വവാദം എന്നൊക്കെ പറയുന്നതിന് അത്തരം കൃതികളുടെ സ്വഭാവമുള്ള, ആധുനികതയുടെ ഒരു സ്വഭാവമുള്ള രചന മലയാളത്തിൽ കൊണ്ടുവന്നതിൽ വലിയ പങ്ക് മൂന്നേട്ടനുണ്ട്. അത്തരം കഥാപാത്രങ്ങൾ കണ്ടുപിടിക്കുന്നു. അടിസ്ഥാനപരമായിട്ട് എന്തിന് ജീവിക്കണം എന്ന ചോദ്യം ചോദിച്ച കഥാപാത്രങ്ങൾ. MT പറയുന്നുണ്ട്, എനിക്ക് എന്തിന് ജീവിക്കണം എന്ന് പറയുന്ന ചോദ്യം ചോദിച്ച കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം എങ്ങനെ ജീവിക്കണം എന്ന് ചോദിക്കുന്ന കഥാപാത്രങ്ങളിലേക്കാണ് ഞാൻ എത്തിച്ചേർന്നത്. അപ്പോൾ എന്തിന് ജീവിക്കണം എന്ന് പറയുന്ന ആ ഒരു സാങ്കേതിക ആ അർത്ഥശൂന്യതയെക്കുറിച്ച് ചിന്തിക്കാൻ ഇടയാക്കിയ കാരണങ്ങൾ എന്താണെന്ന് പറയാമോ? അത് ഫ്രഞ്ചുമായിട്ടുള്ള ബന്ധമാണോ, അല്ല വായനയിലുള്ള ഇതാണോ? അതൊന്ന് ഓർത്തെടുക്കാമോ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കഥാപാത്രങ്ങളൊക്കെ? അത് എനിക്ക് തോന്നുന്നത് എല്ലാ കാലത്തും ആരെങ്കിലും ആ ചോദ്യം ചോദിച്ചിരുന്നു. പിന്നെ പഴയകാലത്ത് സിദ്ധാർത്ഥൻ ചോദിച്ചൊരു ചോദ്യം കൂടിയാണ്, എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്നുള്ളത്. കേട്ടോ, അത് നമ്മളെല്ലായിടത്തും പിന്നെ നമ്മൾ പിറകോട്ട് നോക്കുമ്പോൾ
പലരും പലയിടങ്ങളിൽ നിന്ന് ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സംഘടിതമായിട്ട് ഒരു തത്വശാസ്ത്രത്തിൻ്റെ ബലത്തോടു കൂടി ഈ ചോദ്യം ചോദിച്ചത് ഈ 50കളിലൊക്കെയുള്ള അത് പിന്നെ അത് യൂറോപ്പിൽ ഉണ്ടായിട്ടുള്ള പുതിയ ചിന്താധാരകൾ, അതായത് ഒരു സംഘടിതമായിട്ട് സൈദ്ധാന്തികമായിട്ട് ആളുകൾ ഈ ചോദ്യം അതുവരെ ചോദിച്ചത് ചിലർ പിന്നെ അന്വേഷണം ചില വ്യർത്ഥബോധത്തിൽ നിന്ന് മതി, എന്താണ് ജീവിതം, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് പലരും ചോദിച്ചത്. നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട് മതി, മടുത്തു, എങ്ങനെയെങ്കിലും മരിച്ചു പോയാൽ മതി എന്ന ആളുകൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ പിന്നെ എന്നെയൊക്കെ പ്രചോദിപ്പിച്ച ആ ഒരു കാലത്ത് അങ്ങനെയല്ല ചോദ്യം ചോദിച്ചത്. ജീവിതത്തെ മുഴുവൻ, ജീവിതത്തിൻ്റെ ഇതിൽ പിറകിലുള്ള ചിന്താധാരകൾ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നത് സാർത്തറിനെ മനസ്സിലാക്കണമെങ്കിൽ സാർത്തറിന് മുമ്പ് ഉണ്ടായിട്ടുള്ള മുഴുവൻ ദാർശനികരെയും മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ സാർത്തറിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പിന്നെ ചിന്താ പദ്ധതിയുടെ ഫലമായിട്ടാണ്, അതായത് സൈദ്ധാന്തിക ബലത്തിൽ ഒരു തത്വചിന്തയുടെ പിന്നെ ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ടാണ് അന്ന് ജീവിതം വ്യർത്ഥമാണ്, എന്തിനാണ് ജീവിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചത്. അപ്പം ആ ഒരു ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെയും ചോദിച്ചത്. അല്ല, എൻ്റെ ചോദ്യം അതാണ്, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട് എന്ന് മലയാളിയായ അല്ലെങ്കിൽ മയ്യഴിപ്പുഴക്കാരനായ ഒരു എഴുത്തുകാരന് തോന്നാനിടയാക്കിയ സാഹചര്യം, അത് വായനയിലൂടെയാണോ അതെങ്ങനെയാണ് അങ്ങനെ ഒരു ചിന്തയിലേക്ക് മുന്നേറ്റം വന്നതെന്നുള്ളൊരു അന്വേഷണമാണ് ഞാൻ. അല്ല, കുറേയൊക്കെ എൻ്റെ പിന്നെ വായനയും മറ്റൊന്ന് പിന്നെ ഞാൻ കണ്ട കാഴ്ചകളാണ്, എൻ്റെ അനുഭവങ്ങളാണ്. പിന്നെ അത് വായനയിൽ കൂടി മാത്രം നമുക്കത് ഉണ്ടാകില്ല. അങ്ങനെയാണെങ്കിൽ കാക്കനാടൻ പിന്നെ ഫ്രഞ്ച് ഭാഷ അറിയില്ല, ഫ്രഞ്ച് സാഹിത്യവും തത്വചിന്തയൊന്നും അങ്ങനെ വായിച്ച ഒരാളല്ല. പക്ഷെ എന്നിട്ടും കാക്കനാടൻ എന്നേക്കാൾ കൂടുതൽ ഈ ചോദ്യം ചോദിച്ച ഒരാളാണ്. അതുകൊണ്ടത് വായനയിൽ നിന്ന് മാത്രം ഉണ്ടാകില്ല, നമ്മുടെ അനുഭവങ്ങളിൽ നിന്നാണ്. നമ്മൾ കാണുന്ന കാഴ്ചകൾ. അപ്പം എന്നെ സംബന്ധിച്ചുള്ള ഇത് രണ്ടുമായിരുന്നു, വായനയും ചെറിയ ചിന്തകളും കൂട്ടത്തിൽ ഒരുപാട് അനുഭവങ്ങൾ. അതിൽ നിന്നാണ് ചോദ്യം പോയിരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ വളരെ വേഗം തന്നെ സാർത്തറും അസ്തിത്വവാദിലേക്ക് എത്തിപ്പോയി സംസാരത്തിനിടയിൽ. അവിടെ കൂടെ തന്നെ ഞാൻ ചോദിക്കാം, തീർച്ചയായിട്ടും ഫ്രഞ്ച് സാഹിത്യം, ഫ്രഞ്ച് സംസ്കാരം, ഫ്രഞ്ചുമായിട്ടുള്ള ഒരുപാട് ബന്ധമുണ്ടായിരുന്ന ഒരു പക്ഷേ ഇന്ത്യയിലെ തന്നെ ഏക എഴുത്തുകാരിൽ ഒരാളായിരിക്കും. എന്താണ് ഫ്രഞ്ച് അനുഭവം ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ മുകുന്ദനിലുണ്ടാക്കിയ പരിവർത്തനം അല്ലെങ്കിൽ സ്വാധീനം, അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാമെന്ന് പറയുകയാണ്. അല്ലെ, ഈ ഫ്രഞ്ച് പിന്നെ സാഹിത്യം, കല, ഫ്രഞ്ച് തത്വചിന്ത അതൊക്കെ വളരെ സമ്പന്നമാണ്. മറ്റേതെങ്കിലും ഒരു ഭാഷയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നമ്മൾ അതിന് ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പിന്നെ മേഖലകൾ, കലയുടെയും സാഹിത്യത്തിൻ്റെയും എല്ലാ മേഖലകളിലും അവർ ഒരു ആധിപത്യം പിന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പലരും ഉണ്ടല്ലോ ജന്മനാടുകൾ ഉപേക്ഷിച്ച് ഫ്രാൻസിൽ വരുന്നത്. അതുകൊണ്ടാണ് പിക്കാസോ പാരീസിൽ വന്ന് താമസിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഹെമിംഗ്വേ പാരീസിൽ വന്ന് താമസിച്ചത്, ജെയിംസ് ജോയ്സ് വന്ന് താമസിച്ചത്. ഒരുപാട് ആളുകൾ അങ്ങനെ വന്നു, പാരീസിൽ വന്നു, അവിടെ ജീവിച്ചു, അവിടെ നിന്ന് എഴുതി. അവർ പാരീസിൻ്റെയും ഫ്രാൻസിൻ്റെ ഭാഗമായി മാറി കേട്ടോ. അപ്പം അത് ഫ്രാൻസിൻ്റെ ഒരു പൈതൃകമാണ്. എനിക്കത് ചെറുപ്പത്തിൽ തന്നെ കിട്ടി, വളരെ ചെറുപ്പത്തിൽ തന്നെ. എൻ്റെ അധ്യാപകൻ, ഒരു ഫ്രഞ്ച് അധ്യാപകൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ ജയരാമൻ മാസ്റ്റർ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് നമ്മുടെ മയ്യഴിപ്പുഴ തീരങ്ങളിലെ കുഞ്ഞനന്ദൻ മാഷ്. ഈ കുഞ്ഞനന്ദൻ മാഷാണ് സാർത്തറിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരുന്നത്. അന്ന് സാർത്തറിൻ്റെ പദം കേരളത്തിൽ ആരും കേട്ട് കാണില്ല. കാരണം അയാൾ ഫ്രഞ്ച്, അവിടെ ഒരു മാഹിയിൽ ഒരു ഫ്രഞ്ച് ലൈബ്രറി ഉണ്ട്, ഇപ്പോഴും ഉണ്ടത്, ഫ്രഞ്ചുകാർ സ്ഥാപിച്ചതാണ്. അവിടെ ഈ ഫ്രഞ്ച് പുസ്തകങ്ങളും ഫ്രഞ്ച് പത്രങ്ങളും വരും. ലേ മോന്ത് എന്നുള്ള വലിയ പത്രം ഉണ്ടാകും, അതൊക്കെ അവിടെ വരും. ഈ മനുഷ്യൻ അതൊക്കെ വായിക്കുന്നുണ്ട്. അപ്പം അയാളിൽ നിന്നാണ് ആദ്യമായിട്ട് ഈ പേര് ഞാൻ കേൾക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത കുറേ ചൈതന്യയിലേക്ക് ഒഴുകി. അദ്ദേഹം മയ്യഴിപ്പുഴയിൽ ഒരു കഥാപാത്രമായില്ലേ? കഥാപാത്രമായിരുന്നു. അതിൽ നിന്നാണ് തുടക്കം. പിന്നീട് ഞാൻ എംബസിയിൽ പോയി ചേർന്നപ്പോൾ അവിടെ എല്ലാ മാസവും ഒരു സെലക്ഷൻ പുസ്തകങ്ങൾ വരും, ഏറ്റവും പുതിയ പുസ്തകങ്ങളുടെ ഒരു സെലക്ഷൻ എല്ലാ മാസവും വരും. അത് ആദ്യം വന്നു ചേർന്ന് എൻ്റെ കൈകളിലാണ്.
അത് ഞാനിങ്ങനെ കാത്തു നിൽക്കുമായിരുന്നു ഇവരെ. ഞങ്ങളുടെ ഡിപ്ലോമാറ്റിക് ബാഗിലാണത് വരിക. ഡിപ്ലോമാറ്റിക് ബാഗിൽ എന്ന് പറഞ്ഞാൽ കസ്റ്റംസും ആരും തൊടില്ല, അത് നേരെ ഞങ്ങളുടെ അടുത്തെത്തും. അത് ഞാൻ ഓരോ മാസവും ഈ പുസ്തകങ്ങൾ വരുമ്പം എനിക്കെൻ്റെ നെഞ്ചിടിക്കുന്നത് കേൾക്കാം, എന്താണ് ഇതിലുള്ളത് എന്നുള്ളത്. അങ്ങനെയാണ് ഫ്രഞ്ചിൽ സാർത്രനെ, അൽബേർ കാമ്യൂഷനെ, ഇവരെല്ലാം ഞാൻ വായിക്കുന്നത്. ആ പുസ്തകം കാണുന്നതും തൊടുന്നതും ഒക്കെ ഒരു വലിയൊരു അനുഭവമായിരുന്നു. വായിക്കുന്നത് അതിൽ കൂടുതൽ വലിയ അനുഭവം. ഇതാണ് എൻ്റെ ഫ്രഞ്ച് കണക്ഷൻ എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും മയ്യഴിയിലല്ലായിരുന്നു ജനിച്ചുവെങ്കിൽ ഈ ഒരു അനുഭവം എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ ആ സാഹിത്യത്തിൻ്റെ സ്വഭാവം തന്നെ മാറിപ്പോകുമായിരിക്കും അല്ലേ? മയ്യഴിയിൽ ജനിച്ചിരുന്നില്ലെങ്കിൽ ആകില്ലായിരുന്നു. ഞാൻ മറ്റൊരു എഴുത്തുകാരനായിരുന്നു, പക്ഷേ എനിക്കറിയില്ല, ചിലപ്പോൾ ഞാൻ പിന്നെ MT ഒക്കെ എഴുതിയ പോലെ എഴുതിയേക്കാം, അല്ലെങ്കിൽ വിജയൻ എഴുതിയ പോലെ എഴുതിയേക്കാം, പിന്നെ അല്ലെങ്കിൽ പെരുമ്പടം ശ്രീധരൻ എഴുതിയ പോലെ എഴുതിയേക്കാം. അത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്നത്തെ മറ്റുള്ള എഴുത്തായിരിക്കില്ല. അതെ, ഈ എഴുത്തിനെ സ്വാധീനിച്ചത് എന്തായാലും തീർച്ചയായിട്ടും. എഴുത്ത് മാത്രമല്ല, ഒരുപക്ഷെ ഈ ചിന്തയും ഈ കാഴ്ചപ്പാടുകളും ഒന്നും ഉണ്ടാകില്ല, ഞാൻ മറ്റൊരാളാകുമായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ എവിടെ ജനിക്കുന്നു, എവിടെ വളരുന്നു, അതാണ് നമ്മൾ നിർമ്മിക്കുന്നത്, നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നത്. തീർച്ചയായിട്ടും ദേശവും കാലവും എഴുത്തുകാരനിൽ വലിയ സ്വാധീനമാണ്. മൂന്നരൻ്റെ സമയത്ത് ആ കാലവും ഒരുപക്ഷെ മയ്യഴിയുടെ ആ കാലം, മയ്യഴി പുഴകൾ എഴുതുന്നത് ആ ഒരു കാലം, അതിനെക്കുറിച്ചൊന്ന് ഓർക്കാവോ? മയ്യഴി, ഒരുപക്ഷെ മയ്യഴി പുഴയോട് മൂന്നരന് പ്രത്യേകിച്ചൊരു സ്നേഹമുണ്ട്. എനിക്കറിയാം പാരീസിലെ ഏതോ ഒരു പുഴയുടെ പക്കത്തൂടെ ഒറ്റത്ത് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ട് എവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മയ്യഴി പുഴയും മയ്യഴിയും അതൊക്കെ സ്വാധീനത്തെക്കുറിച്ചൊന്ന് പറയാമോ? അതെ, പുഴ നമ്മുടെ ഒക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ, മലയാളി ജീവിതത്തിൻ്റെ. ഇപ്പം MTയുടെ തന്നെ പിന്നെ കഥകളിൽ, നോവലുകളൊക്കെ നമുക്ക് പുഴകളിൽ കാണാം. പിന്നെ അത് പണ്ട് ഒരു റഷ്യൻ ചക്രവർത്തി പറഞ്ഞിട്ടുണ്ട് പുഴയെക്കുറിച്ച്. അദ്ദേഹം പറഞ്ഞത്, എവിടെ ഒരു പുഴയുണ്ടോ അതിൻ്റെ കരയിൽ ഒരു ലൈബ്രറി വേണം, ഒരു സർവകലാശാല വേണം. അദ്ദേഹം പറഞ്ഞതാണ്, ഒരു ലൈബ്രറി വേണം, ഒരു സർവകലാശാല വേണം, ഒരു നാടകപ്പുര വേണം. ഇങ്ങനെ എണ്ണി ചക്രവർത്തി പറയുകയാണ്. അപ്പോൾ പുഴയുടെ കരയിൽ നിന്നാണ് വാസ്തവത്തിൽ നമ്മുടെ സംസ്കാരം പിന്നെ വളർന്നു വരുന്നത്. അത് ഒരു വളരെ നമ്മുടെ മാത്രം കഥയല്ല, ലോകത്തിലെല്ലായിടത്തും. പക്ഷേ ഞാൻ മയ്യഴി പുഴയുടെ തീരത്താണ് ഞാൻ കളിച്ച് വളർന്നത് കുട്ടിക്കാലത്ത്. അപ്പം അങ്ങനെ ഞാൻ ആദ്യമായിട്ട് പാരീസിൽ പോയപ്പോഴവിടെ ഈ ഫ്രഞ്ച് പുഴയുണ്ട്, സേൻ നദി. ആ സേൻ നദിയുടെ കരയിലാണ് അവിടുത്തെ ബുദ്ധിജീവികളും കലാകാരന്മാരും മുഴുവനും ജീവിക്കുന്നത് കേട്ടോ. ആ നദിയുടെ ഒരു ലെഫ്റ്റ് ഇടത് കരയാണ്. അതിന് റീവ് ഗോഷ് എന്നാണ് ഫ്രഞ്ചിൽ പറയുക. റീവ് ഗോഷ്. റീവ് എന്ന് പറഞ്ഞാൽ കര, ഗോഷ് എന്ന് പറഞ്ഞാൽ ഇടത്. അങ്ങനെ റീവ് ഗോഷ് എന്നുള്ള പറഞ്ഞാൽ അവിടെ ആ കാലത്ത് എല്ലാവർക്കും പിന്നെ ത്രില്ലായിരിക്കും കേട്ടോ. അപ്പോൾ അവിടെയായിരുന്നു കൊണ്ടാണ് പിന്നെ സാർത്തർ പോലും, പിന്നെ അവിടെ ഒരു ചെറിയൊരു പിന്നെ കഫേയുണ്ട്, കഫേ ദ ഫ്ലോർ എന്ന് പറയും, ഇപ്പോഴും ഉണ്ട് അത് കേട്ടോ. അവിടെയാണ് സാർത്തർ പോയിരിക്കാറുള്ളത്. അപ്പം ഞാൻ ആദ്യമായിട്ട് പോയപ്പോൾ അവിടെ പോയിരുന്നു കേട്ടോ, സാർത്തർ ഇരുന്ന ആ കഫേയിൽ. അപ്പം അയാൾ സംസാരിക്കാൻ ഞാൻ അവരോട് ശ്രമിച്ചു നോക്കി, അവരാരും ഒന്നും സംസാരിക്കുന്നില്ല ഈ കഫേയുടെ ഉടമസ്ഥന്മാർ. കാരണം അവർക്ക് ഞാനൊന്നും ഒന്നുമല്ല, കാരണം ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും എത്രയോ ആളുകൾ, എത്ര വലിയ കോടീശ്വരന്മാരും പിന്നെ കേട്ടോ പ്രധാനമന്ത്രിമാരും രാജാക്കന്മാരും ഒക്കെ ഇവിടെ വരുന്നുണ്ട് ഈ കഫേ ദ ഫ്ലോറിൽ. സാർത്തർ ഇരുന്ന സ്ഥലത്തിരുന്ന് ഒരു കാപ്പി കുടിക്കാൻ. അപ്പോൾ മയ്യഴിക്കാരനായ ഞാൻ അവർക്ക് ആരുമല്ല എന്നുള്ളത്. പക്ഷെ ഞാനവിടെ കുറേ നേരം ഇരുന്നു, ഒരു കാപ്പി കുടിച്ച്. ഭയങ്കര വിലയാണ് കാപ്പിക്ക് അവിടെ, അതവർ മുതലെടുക്കണം നമ്മളെ കേട്ടോ. എന്നിട്ട് അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്, അത് മറക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും സാർത്തറിനെ പോലെ ആൾ കാപ്പി കുടിച്ച സ്ഥലത്തിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ അത് എത്രമാത്രം ആളുകളെ ആകർഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞത്. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം എം മുകുന്ദൻ എന്ന് പറയുന്നത് വളരെ താരപദവിയുള്ളൊരു എഴുത്തുകാരനാണ്, ഏറ്റവും അധികം പ്രിയപ്പെട്ട എഴുത്തുകാരനാണ്. മുകുന്ദൻ്റെ കൂടെ എവിടെയെങ്കിലും നടക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ പ്രയാസമാണ്, സെൽഫി എടുത്തിട്ട് നമ്മളെ സമയം നമുക്ക് താങ്ങാൻ പറ്റാത്ത അത്ര താല്പര്യം. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ആളുകളുടെ ഇഷ്ടം, വായനക്കാരൻ്റെ ആഹ്ലാദം, പ്രശസ്തി, ഇതിനെയൊക്കെ ഇപ്പം ഇത്രയും എഴുതി ഇത്രയും വലിയ അവാർഡുകളെല്ലാം കിട്ടി, എങ്ങനെയാണ് ഈ വായനക്കാരുമായിട്ടുള്ള ഈ സംവേദനത്തെ കാണുന്നത്? അല്ല, വായനക്കാരുടെ സൃഷ്ടിയാണ് എഴുത്തുകാരൻ ഒരു പരിധി വരെ. പിന്നെ എഴുത്തുകാരൻ തനിയെ ശ്രമിച്ചാൽ വലിയൊരു എഴുത്തുകാരനെ സാധിക്കില്ല. വായനക്കാരും എഴുത്തുകാരും കൂടി ഒന്നിച്ച് സഞ്ചരിക്കുമ്പോഴാണ്
വലിയ കൃതികളുണ്ടെന്നത്. എനിക്ക് തോന്നുന്നത് പല കൃതികളും എഴുതിയത് ഞാൻ തനിയല്ല, വായനക്കാരും കൂടി ഉണ്ടല്ലോ, അവരുടെ പങ്കാളിത്തമുണ്ട്. എനിക്കട്ടെ അങ്ങനെ വായനക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരാൾക്കും എഴുത്തുകാരനാകുവാനും കഴിയില്ല. പിന്നെ പ്രശസ്തി മുമ്പൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അത് അത്ഭുതകരമാണ്. കാരണം എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എഴുത്തുകാരനാകാൻ വേണ്ടിയായിരുന്നു. എനിക്ക് എഴുത്തുകാരനാകണം, അല്ല അതിൽ നിന്ന് പൈസ വേണോ അല്ലെങ്കിൽ പ്രശസ്തി വേണോ അധികാരം വേണോ അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കേട്ടോ, എഴുത്തുകാരനാകണം, അത്രയേ ഉള്ളൂ. എഴുത്തുകാരനാകാൻ വേണ്ടി എഴുതി എന്നുള്ളത്. പിന്നെ ബാക്കിയൊക്കെ പിന്നീട് വന്നതാണ്. പിന്നെ പ്രശസ്തിയും കുറച്ച് പൈസയൊക്കെ കിട്ടി, കുറേ അവാർഡുകളൊക്കെ കിട്ടി. ഇപ്പം ഇങ്ങനെ പലരും പറയുന്നുണ്ട്, ഉള്ള അവാർഡുകളൊക്കെ ഇങ്ങനെ അടിച്ചു കൊണ്ടുപോയാൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു. ഒരാളെന്നോട് ചോദിച്ചാൽ ഈ നിയമസഭ പുരസ്കാരം അനൗൺസ് ചെയ്തപ്പോൾ ഒരു ചെറിയൊരു എഴുത്തുകാരനോട് ചോദിച്ചാണ്, ഇതെല്ലാം മുകുന്ദേട്ടൻ കൊണ്ടുപോയാൽ ഞങ്ങളിനി എന്ത് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ ഒന്നും ചെയ്യേണ്ട, മുകുന്ദനേക്കാൾ വലിയ എഴുത്തുകാരനാകാൻ ശ്രമിക്കുക. അസൂയാലിക്കലുണ്ട് എന്തായാലും. അതുപോലെ ഇപ്പോൾ തന്നെ പറഞ്ഞു, എഴുത്ത് മയ്യഴിപ്പുഴ ഞാൻ എഴുതിയതല്ല, അത് സ്വയം എഴുതപ്പെട്ടതാണെന്ന് ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്. അത് മയ്യഴിയെക്കുറിച്ച് മാത്രമാണോ? അങ്ങനെ എഴുതിയ കൃതികൾ എന്തൊക്കെയാണെന്ന് പറയാമോ? നമ്മളെ നിർബന്ധിച്ച് എഴുതിപ്പിക്കുകയും, രണ്ട് തരത്തിലുള്ള കൃതികൾ മൂന്നെണ്ണം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് മുകുന്ദേട്ടൻ ബോധപൂർവം സൃഷ്ടിച്ച എഴുത്തുകൾ, ഒന്ന് മുകുന്ദേട്ടനെ കൊണ്ട് എഴുതിപ്പിച്ച എഴുത്തുകൾ. സർഗാത്മകതയുടെ രണ്ട് തലമാണത്. അതൊന്ന് വേർതിരിച്ച് പറയാമോ? അതെങ്ങനെയാണ് സംഭവിച്ചത്? കൃതികളെ ഒന്ന് മാറ്റി പറയാമോ? ഈ മയ്യഴിപ്പുഴ തീരങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ, അത് സ്വയം എഴുതിയൊരു നോവലാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അതൊരു നിർമ്മിതിയല്ല, ഞാനത് നിർമ്മിച്ചിട്ടില്ല. അത് കുറേശ്ശായിട്ട് എൻ്റെ മനസ്സിൽ രൂപം കൊണ്ടാണ്. ഞാനറിയാതെ ഏതെല്ലോ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരികയാണ്. അതിങ്ങനെ ഒഴുകി വന്ന് മനസ്സിൽ രൂപം കൊണ്ടു അതൊരു നോവൽ പുഴയായി മാറി എന്ന് പറയാം. അതായത് എൻ്റെ ഭാഗത്തുനിന്ന് പരിശ്രമങ്ങളില്ലാതെ തനിയെ കഥാപാത്രങ്ങളുണ്ടായി. പിന്നെ വളരെ കുറച്ച് മാത്രം ബോധപൂർവം എന്നുള്ളത് എനിക്ക് വളരെ കുറച്ച് മാത്രം ചെയ്യേണ്ട ഒരു ചുമ ഭയങ്കര വയസ്സല്ലേ. ബോധപൂർവം എന്ന് പറയുന്ന അത് പിന്നീടുണ്ടായിട്ടുണ്ട്. അപ്പം ഇത് ഇങ്ങനെ ഞാനറിയാതെ തന്നെ എന്നിലേക്ക് നോവലിലെ കഥാപാത്രങ്ങൾ, അതിൽ ഇമേജറികൾ, പിന്നെ അതിൽ സംഭാഷണങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ ഒഴുകി എത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒരിക്കലും ഒരു നോവലിനെ പൂർണ്ണമായിട്ട് സങ്കല്പിക്കില്ല, അങ്ങനെയല്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ചില ദൃശ്യങ്ങൾ, ചില ശബ്ദങ്ങൾ, അങ്ങനെയാണ് ചില സംഭാഷണങ്ങൾ, ഇതൊക്കെയാണ് മനസ്സിലേക്ക് കടന്നു വരിക. പിന്നീട് ഇതിനെയൊക്കെ ഒന്ന് ക്രമീകരിച്ചെടുക്കുക എന്നുള്ളതാണ് എഴുത്ത്. അത് അവിടെ ഉണ്ട് ഓൾറെഡി. കേട്ടോ, അതിന് ഒരു നോവലിൻ്റെ ആ ഒരു ചട്ടക്കൂട്ടൽ ക്രമീകരിച്ച് അവതരിപ്പിക്കുക, അതാണ് എഴുത്ത് എന്നുള്ളത്. പക്ഷേ ബോധപൂർവം നിർമ്മിച്ച ഒരു പുസ്തകമുണ്ട്, അത് അവസാനത്തെ നിങ്ങൾ എന്നുള്ള നിങ്ങളുടെ എന്നുള്ള ദയാവധം എന്നുള്ള വിഷയം, പിന്നെ എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം, സർഗാത്മകമായിട്ടുള്ള എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം അത് അട്ടിമറിക്കപ്പെടുവാണ്. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് നോവലിൽ. അപ്പം ഇതൊക്കെ വെച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു പുതിയ മട്ടിൽ എഴുതണം. തേർഡ് പേഴ്സൺ നരേറ്റീവ്, അങ്ങനെയാണ് തേർഡ് പേഴ്സണിൽ എഴുതുന്നത് നിങ്ങൾ എന്ന് പറഞ്ഞത്. ഇപ്പം വായിക്കുന്നവർക്ക് തോന്നും, വായനക്കാർക്ക് തോന്നും വായനക്കാരൻ്റെ കഥയാണ് എഴുതുന്നത്. അത് മാത്രമാണ് ഞങ്ങളുടെ മിക്കവാറും ബോധപൂർവം ഒരു നറേറ്റീവ് വികസിപ്പിച്ചെടുത്ത് എഴുതിയത്. ബാക്കിയൊക്കെ പലപ്പോഴും ഞാൻ അറിയില്ല, അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നോവലുകളുണ്ടല്ലോ, അത് ഒന്ന് വരുന്നു, പിന്നെ വേറെ ഒന്ന് വരുന്നു, ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വളരെ കുറച്ച് എനിക്ക് തോന്നുന്നത് എൻ്റെ ഉള്ളിൽ ഒരുപാട് സർഗാത്മകതയുണ്ട് എന്നുള്ളതാണ്, അമിതമായിട്ടുണ്ട് എന്നുള്ളതാണ്. അമിതമായിട്ടുണ്ടായാൽ അപകടമാണ്. അതിൻ്റെ അപകടമാണ് ഞാനിപ്പം ഇത് ഏറ്റുപറയുന്ന എഴുത്തുകാരുടെ എണ്ണം കുറവാണ്. എൻ്റെ ഉള്ളിൽ സർഗാത്മകത കൂടുതലുണ്ടെന്ന് പറയുന്ന എഴുത്തുകാർ വളരെ കുറവാണ്. അല്പം സർഗാത്മകത അല്പം മാത്രമേ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് കറന്നെടുക്കാം. ഇത് പ്രളയം പോലെ ഇപ്പം സത്യം പറഞ്ഞ 5-6 നോവലുകൾ എൻ്റെ മനസ്സിൽ, മലയാളിയുടെ ഭാഗ്യം, 5-6 നോവലുകൾ മനസ്സിലുണ്ട്. പിന്നെ അതുകൊണ്ട് ഒരിക്കലും
ഈ കറന്നെടുക്കുക എന്നുള്ളത് ആവശ്യമായിട്ട് വന്നിട്ടില്ല. തിരഞ്ഞെടുത്താൽ മതി അതിൽ നിന്ന്, അല്ലെ മനസ്സിൽ നിന്ന് തിരഞ്ഞെടുത്താൽ മതി. ചിലപ്പോൾ വല്ലാതെ അസ്വസ്ഥതയുണ്ട്. ഈ ഉള്ളിലിങ്ങനെ ഒരുപാട് നോവലുകൾ കിടക്കുമ്പോഴുണ്ടല്ലോ, അതിനെ നമ്മൾ കടലാസിലേക്ക് പകർത്തിയിട്ടില്ലെങ്കിൽ ഒരു വല്ലാതെ അസ്വസ്ഥതയുണ്ടാകും. അപ്പം ഞാൻ ചിലപ്പോൾ വിചാരിക്കും ഇത് എങ്ങനെയെങ്കിലും അങ്ങോട്ട് വറ്റിപ്പോയാൽ മതി. ഈ സർഗാത്മകതയുടെ പുഴയുണ്ടല്ലോ, അതങ്ങ് വറ്റിപ്പോയാൽ പിന്നെ എനിക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. കേട്ടോ, ഇപ്പോഴും കുറ്റബോധമാണ്. എന്തെങ്കിലും ഞാൻ ചെയ്തു കഴിഞ്ഞാൽ മുറ്റത്ത് കൂടെ ഞാൻ വെറുതെ ഒന്ന് തണുത്ത കാറ്റേറ്റ് നടന്നാലും എനിക്കൊരു കുറ്റബോധം തോന്നുന്നു. എന്തിനാണ് നീ ഇങ്ങനെ കാറ്റ് കൊണ്ട് നടക്കുന്നത്, പോയി എഴുതുമെന്ന്. കാരണം ആ നേരം കൊണ്ട് പോയി എഴുതുമെന്ന്. കാരണം അത്രയധികം കഥകളും നോവലുകളും മനസ്സിലുണ്ട്. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞ നിമിഷത്തെക്കുറിച്ചൊന്ന് പറയാമോ? തൻ്റെ ഉള്ളിൽ കഥയുണ്ടെന്നും എഴുതേണ്ടതുണ്ടെന്നും ഒരുപക്ഷെ മുനിരന്തൻ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. രോഗാവസ്ഥ, ബാല്യകാലത്തെ രോഗം, അതൊക്കെ ഒരു സർഗാത്മകതയായി ബന്ധപ്പെട്ടതാണ്. ഈ എഴുതണമെന്ന തോന്നലുണ്ടായതോ അതൊന്ന് പറഞ്ഞു തുടങ്ങാമോ? അത് ആദ്യകാലത്തെ ആ ഒരു ഇപ്പം പറഞ്ഞതുപോലെ നമ്മളിലൊക്കെ സർഗാത്മകതയുണ്ട്. അതിന് ഏറ്റക്കുറച്ചിലുകളുണ്ട്. ചിലർക്ക് വളരെ അധികം ഉണ്ടാകും, ചിലർക്ക് കുറച്ചായിരിക്കും. പക്ഷേ അതിനെ നമ്മൾ എഴുതുവാൻ പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലും വേണം. അതിലൊന്ന് രോഗാവസ്ഥയാണ്. ഇപ്പം ഈ രോഗാവസ്ഥയിൽ കൂടെ കടന്നുപോയ പലരും പിന്നെ കലാകാരന്മാരായി. നമ്മുടെ ഇപ്പോൾ ഈ ബോധധാരാ പ്രവാഹത്തിൻ്റെ ആളുകൾക്ക് ഈ മാർസൽ പ്രൂസ്റ്റ്, അദ്ദേഹം ക്ഷയരോഗിയായിരുന്നു. ആ കാലത്ത് ക്ഷയരോഗത്തിന് മരുന്നില്ല, ചികിത്സയില്ല. അങ്ങനെ പല എഴുത്തുകാരും രോഗികളായിരുന്നു. ഇപ്പം ചെക്കോവ് ക്ഷയരോഗിയായിരുന്നു. ചെക്കോവിൻ്റെ പറ്റിയ ഒരു കഥ തന്നെയുണ്ടല്ലോ. പിന്നെ റെയ്മണ്ട് കാർവർ എഴുതിയ ഒരു കഥ ചെക്കോവിൻ്റെ അന്ത്യത്തെക്കുറിച്ച്. അപ്പം ക്ഷയരോഗമായിരുന്നു അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചത് എഴുതുവാൻ. എനിക്ക് ക്ഷയരോഗം വന്നിട്ടില്ല, പക്ഷെ എന്തോ രോഗം ഉണ്ടായിരുന്നു, അതെനിക്ക് തന്നെ അറിയില്ല. കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് പിന്നെ ഒരു ദിവസം ഞാൻ അമ്മയുടെ നിലവിളി കേട്ടിരുന്നു. എൻ്റെ മോൻ പോയി എന്ന് അമ്മ നിലവിളിക്കുന്നു, അത് ഞാൻ മരിച്ചു പോയി. അത് കേട്ടതും എൻ്റെ ബോധം മറന്നതും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അങ്ങനെ മരണത്തെ അടുത്ത് കാണുകയും രോഗത്തെ അടുത്തറിയുകയും ചെയ്ത ഒരനുഭവമുണ്ട്. ആ അനുഭവം ഒരുപക്ഷെ ഈ നമ്മൾ പറയുന്ന ഈ സർഗാത്മകതയെ നമ്മൾ ട്രിഗർ ചെയ്യാന്ന് പറഞ്ഞാൽ ഉണർത്തിയിട്ടുണ്ട്. മറ്റൊന്ന് എനിക്ക് തോന്നുന്നത് ഈ നമ്മളെ ഗൃഹാതുരത്വം ഉണ്ടല്ലോ, നൊസ്റ്റാൾജിയ, അതും ഈ സർഗാത്മകതയെ ഉണർത്തുന്ന ഒന്നാണ്. ഇത് രണ്ടും എനിക്കുണ്ടായി. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ഞാൻ ഇത്രയധികം എഴുതുന്നത്. കേട്ടോ, രോഗാവസ്ഥ, ഈ പറഞ്ഞ ഈ പ്രവാസ ജീവിതം നൽകുന്ന ഗൃഹാതുരത്വം, ഇത് രണ്ടും കൂടി ചേരുമ്പോൾ പിന്നെ എങ്ങനെ എനിക്ക് എഴുതാതിരിക്കാൻ കഴിയും? അത് അത്ഭുതമാണ്. കാരണം ഫ്രഞ്ച് എംബസി പോലത്തെ ഒരു സ്ഥലത്ത് വളരെ തിരക്ക് പിടിച്ച ജോലി, വളരെ വ്യത്യസ്തമായൊരു ജോലി ചെയ്യുമ്പോഴും മലയാളിയായ എഴുത്തുകാരനായാണ് എം മുകുന്ദൻ എഴുതിയത്. ഈ നൊസ്റ്റാൾജിയൊക്കെ അപ്പോഴും സാഹിത്യത്തിൽ വന്നു. അപ്പോൾ അത് ഈ പ്രവാസത്തിൻ്റെ ഒരുപക്ഷെ ആദ്യത്തെ പ്രവാസ എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ആധുനികനായ പ്രവാസ എഴുത്തുകാരൻ, ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്ന എഴുത്തുകാരെക്കാൾ മുമ്പേ പ്രവാസം ഒരു അനുഭവമായി മാറ്റിയ മുറ്റാണ്. അപ്പോൾ ഡൽഹി ജീവിതം എങ്ങനെയാണ് ഇതിനെ സ്വാധീനിച്ചതെന്നൊന്ന് പറയാമോ? മയ്യഴിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പറിച്ചു നടപ്പെടുമ്പോൾ, മയ്യഴി എഴുതുന്ന ഡൽഹിയിൽ വെച്ചാലേ? ഡൽഹിയിൽ വെച്ചാണ്. അല്ല, മയ്യഴിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുമ്പോൾ എനിക്കൊന്നുമില്ല അനുഭവങ്ങളൊന്നും. 21 വയസ്സാണ് അപ്പോഴെനിക്ക്. അപ്പോൾ വളരെ കുറച്ച് ഞാൻ ലോകം കണ്ടിട്ടുള്ളൂ. പിന്നെ വായിച്ചിട്ടുണ്ട്, കുറേ വായിച്ചിട്ടുണ്ട്. പക്ഷേ ആ വായനയൊക്കെ നമ്മൾ മലയാള സാഹിത്യമാണ്. മലയാള സാഹിത്യം, മലയാള നോവലുകൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അധ്യാപകനുണ്ടായിരുന്നു, എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. പക്ഷേ ഡൽഹിയിൽ ചെന്നപ്പോൾ പിന്നെ എൻ്റെ ആദ്യത്തെ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്, രാത്രി എനിക്ക് അമ്മയെ കാണാൻ തോന്നും, ഉറക്കം വരില്ല. 21 വയസ്സായിരിക്കുന്നു, എന്നിട്ടും അമ്മയെ കാണാനും അമ്മയുടെ അടുത്ത് കിടക്കാനും തോന്നും. അങ്ങനെ ഉറക്കം വരില്ല. അത് കുറേ ദിവസങ്ങൾ തുടർന്ന്. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ച് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകണം, അമ്മയുടെ അടുത്തേക്ക് തന്നെ പോകണം. കേട്ടോ, അത് പിന്നെ ക്രമേണ ഞാൻ ഡൽഹിയായിട്ട് പൊരുത്തപ്പെടുകയും അത് ഒരു മഹാനഗരത്തിൽ പിന്നെ ഞാൻ എന്നെ തന്നെ കാണുന്നുണ്ടെന്ന്. ആ മഹാനഗരത്തിൽ ഇങ്ങനെ എന്നെപ്പോലുള്ള ഒരാളിങ്ങനെ നടന്നു പോകുന്നത്, എന്തൊക്കെ അത്ഭുതങ്ങളാണ് ചുറ്റുമുള്ളത്. ആ ഒരുപാട് അനുഭവങ്ങൾ ഡൽഹി ജീവിതം നൽകിയിട്ടുണ്ട്. നഗരത്തിൻ്റെ ഒരു സ്വഭാവം നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ ചക്രവാളം വലുതാകുന്നു എന്നുള്ളതാണ്. ഇപ്പം ഡൽഹിയിൽ നിന്ന് നോക്കിക്കാണുന്ന ലോകമായിരിക്കില്ല ഞാൻ മയ്യഴിയിൽ നിന്ന് നോക്കിക്കാണുന്ന ലോകം.
മയ്യഴിയിൽ നോക്കി കാണുന്ന ലോകം ചെറുതായിരിക്കും, ഡൽഹിയിൽ നിന്ന് നോക്കിക്കാണുന്ന ലോകം വളരെ വലുതായിരിക്കാം. ഇനിയും നമ്മൾ വേറെ മറ്റെവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ, ന്യൂയോർക്കിലോ പാരീസിലൊക്കെ പോയി കഴിഞ്ഞാൽ, അവിടെ നിന്ന് നമ്മൾ നോക്കിക്കാണുന്ന ലോകം ഡൽഹിയിൽ നിന്ന് കണ്ട ലോകത്തെക്കാളും വലുതായിരിക്കാം. അപ്പം നഗരങ്ങളാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ കാഴ്ചയെ വലുതാക്കുന്നതും ലോകബോധത്തെ വലുതാക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഒരുപക്ഷെ ഈ നഗരത്തിൽ നിന്നുള്ള ആളുകൾ എഴുതി. പിന്നെ അടുത്ത കാലത്ത് നമ്മൾ നമ്മുടെ സാഹിത്യം പരിശോധിച്ച് കഴിഞ്ഞാൽ നഗരത്തിൽ നിന്നാണ് വലിയ കൃതികളൊക്കെ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ എം ടിയുടെ വേറെ ഒരു കഥ, എം ടിക്ക് ശേഷമുള്ളത് ആനന്ദ് വിജയൻ, കാക്കനാടൻ, PK-N, എത്രയോ പേര് എല്ലാം നഗരത്തിൽ നിന്ന് വരുന്ന കഥകളും നോവലുകളുമാണ്. അപ്പം എൻ്റെ കാര്യത്തിൽ മയ്യഴിയിൽ ജനിച്ചു എന്നുള്ളൊരു ഭാഗ്യം, ഫ്രഞ്ചുകാരനായി ജനിച്ചു എന്നുള്ളൊരു ഭാഗ്യം, ഡൽഹിയിൽ പോകാൻ സാധിച്ച ഒരു ഭാഗ്യം, ഈ എല്ലാ ഭാഗ്യങ്ങളും ചേർത്ത് വെച്ച് നോക്കുമ്പോഴാണ് ഞാനുണ്ടാകുന്നത്. ഈ ഡൽഹി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എം മുകുന്ദൻ്റെ സാഹിത്യ ജീവിതത്തിൽ ഡൽഹി വളരെ പ്രധാനപ്പെട്ട, കാരണം ഡൽഹി ഗാഥകൾ പോലെ അധികാരവും രാജ്യത്തിൻ്റെ അധികാരവും അതിൻ്റെ സമ്മർദ്ദങ്ങളും അതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരുപക്ഷെ എംബസിയിലായതുകൊണ്ട് കുറച്ചുകൂടി കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്താണ് ഡൽഹി അത്തരത്തിലുള്ളൊരു കാഴ്ചയായിട്ട് പറയാമോ? ഡൽഹി ഗാഥകൾ എഴുതാനും അങ്ങനെയൊക്കെ ഉണ്ടായൊരു സാഹചര്യം? അല്ല, അത് ഡൽഹിയിൽ നിന്ന് പിന്നെ കുറച്ച് ആദ്യകാലത്തെ ഡൽഹി എനിക്കിഷ്ടമായിരുന്നു. അതൊരു നല്ലൊരു കൊച്ചു നഗരമായിരുന്നു. പക്ഷേ പിന്നീട് ഡൽഹിയുടെ സ്വഭാവം മാറുന്നതാണ് കണ്ടത്. അവിടെ ഏറ്റവും നമുക്ക് അസഹനീയമായി തോന്നിയത് അതിൻ്റെ ഒരു മതാത്മകതയാണ്. മതത്തിനാണ് അവിടെ പിന്നെ വില. മനുഷ്യന് ഒരു വിലയുമില്ല കേട്ടോ. മതം, ദൈവം, അതിനാണ് വില. മനുഷ്യൻ അപ്രസക്തമാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമുണ്ടല്ലോ, ഞാൻ ആദ്യം ഡൽഹിയിൽ പോയപ്പോൾ ആദ്യം താമസിച്ച് അതിൻ്റെ A100 എന്നാണ് ആ ഒരു വീട്ടിൻ്റെ പേര്. A100, 120. അത് ഒരു ചെറിയൊരു വീടാണ്. അതിൻ്റെ പിന്നെ താഴെ വീട്ടിൻ്റെ ഉടമസ്ഥനാണ്, മുകളിൽ വാടക. അപ്പോൾ ആ വീട്ടിൻ്റെ പിറകിൽ ഒരു ചെറിയൊരു ലെയിനുണ്ട്. അത് അവിടെ എങ്ങനെയാണ്, ഈ ബിൽഡിങ്സിൻ്റെ പിറകിലുണ്ടാവും, ബാക്ക് ലെയിൻ എന്ന് പറയും. അവിടെ രാവിലെ പശുക്കൾ വന്ന് നിൽക്കും. പശുക്കൾ വന്നിട്ട് കഴുത്തല മണി കുലിക്കും. അപ്പം ഈ വീട്ടുടമസ്ഥൻ മുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഈ പശുക്കൾക്ക് പഴം, പിന്നെ പശുവിന് നെയ്യ് പുരട്ടിയ ചപ്പാത്തി, ഇതൊക്കെയാണ് കൊടുക്കുന്നത്. പശുവിൻ്റെ നെയ്യ് പുരട്ടിയ ചപ്പാത്തി കൊടുക്കുക കേട്ടോ. ഇതൊക്കെ കൊടുത്ത് പശുക്കൾ സുഭിക്ഷമായി തിന്നു പോകും. അതേസമയത്ത് തന്നെ ഒരു വിശക്കുന്നൊരു കുട്ടി വന്നാൽ അവൻ ആട്ടി ഓടിക്കും കേട്ടോ. അവന് പിന്നെ പഴവും പിന്നെ പശുവിനെ ഇവരുടെ ചപ്പാത്തിയിൽ ഒന്നും കൊടുക്കില്ല, അവനെ ചീത്ത പറഞ്ഞ് ഓടിക്കും. അപ്പോൾ അവിടെ ഞാൻ ഒരിക്കലും എഴുതിയിട്ടുണ്ട്, ഡൽഹിയിൽ ഒരു പശുവായി ജനിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് കേട്ടോ. അവിടെ പശുവിനുള്ള അധികാരം മനുഷ്യനെന്നല്ല, ചിലപ്പോൾ പ്രധാനമന്ത്രിക്കുണ്ടോയെന്ന് അറിയില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ വലിയ അവിടുത്തെ റോഡുകളിൽ എണ്ണമറ്റ വാഹനങ്ങൾ ഇങ്ങനെ ഒഴുകുന്നുണ്ടാവും, തലങ്ങും ബലങ്ങും. അവിടെ പശുക്കൾ ഒരു പിന്നെ കൂസലുമില്ലാതെ ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോകുന്നുണ്ടാവും ഈ വാഹനം കടയിൽ. അപ്പോൾ പശുവിനെ കാണുമ്പോൾ എല്ലാവരും വാഹനങ്ങൾ നിർത്തും, കാരണം അതിനെ തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും നമുക്കറിയാമല്ലോ. അപ്പോൾ പശുവാണ് അവിടെ രാജാവ്, പശുവാണ് അവിടെ ദൈവം. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഞാൻ എൻ്റെ 21ാമത്തെ വയസ്സിൽ ചെന്നുപെടുന്നത്. അതൊക്കെയാണ്. അപ്പോൾ അധികാരം ഞാൻ ആദ്യം എന്താണ് അധികാരം എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ പശുവിൽ നിന്നാണ്, മനുഷ്യനിൽ നിന്നല്ല കേട്ടോ. ഒരു പശുവിനുള്ള അധികാരം ഒരു നിയമവും ബാധകമല്ല. പശു റോഡിൽ കൂടെ നടക്കുമ്പോൾ സിഗ്നൽ ചുവപ്പാണോ പച്ചയാണോ എന്നുള്ളത് പശുവിൻ്റെ പ്രശ്നമല്ല കേട്ടോ. ഇടത് ഭാഗത്ത് കൂടെ പോകണമെന്നല്ല, വലത് ഭാഗത്ത് കൂടെ പോകണമെന്നുള്ള അതും പശുവിൻ്റെ പ്രശ്നമല്ല. പശുവിന് തോന്നുന്ന വിധത്തിൽ നടക്കാം. ഏത് വീട്ടിൻ്റെ പിറകിൽ ചെന്നുകൊണ്ടൊന്ന് കഴുത്തിൽ മണി കിലുക്കിയാൽ മതി. ഇതുപോലെ പശുവിനെ പുരട്ടിയ ചപ്പാത്തിയും പഴവും കിട്ടും. അപ്പോൾ പശുവാണ് അധികാരത്തിൻ്റെ ഒരു സിമ്പലായിട്ട് ഞാൻ കണ്ടത്. അതുപോലെ എഴുത്തിൽ സ്വാഭാവികമായിട്ടും ഡൽഹി ജീവിതത്തിൽ മൂന്നെണ്ണം അനുഭവിച്ച ഇന്ദിരാഗാന്ധിയുടെ എമർജൻസി, ഇന്ദിരാഗാന്ധിയുടെ മരണം, അതൊക്കെ പലപ്പോഴും അലട്ടിയതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും മനസ്സിനെ വേദനിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഓർത്തെടുക്കാവോ? അല്ല, അധികാരത്തിൻ്റെ ദുർവിനിയോഗം ഉണ്ടല്ലോ. അധികാരം കയ്യിൽ കിട്ടുമ്പോൾ അത് പിന്നെ അധികാരം എന്നുള്ളത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. നമുക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണം. പക്ഷേ പലരും ഈ അധികാരം കയ്യിൽ കിട്ടുമ്പോൾ അതിൽ ഉന്മത്തരാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ചത്. അതാണ്
അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പുള്ള ആ ഒരു കാലമുണ്ട്, തൊട്ട് മുമ്പുള്ള എങ്ങനെയാണ് പിന്നെ അന്നത്തെ ഭരണകൂടം പ്രത്യേകിച്ച് നിയമപരമായിട്ട് ഭരണഘടനാപരമായിട്ട് അധികാരങ്ങളൊന്നുമില്ലാത്ത ഒരാളാണ്, ഒരു യുവാവാണ് ഞങ്ങളുടെയൊക്കെ ജീവിതം നരകമാക്കിയത്. ഡൽഹിയിൽ നരകമാക്കി മാറ്റിയത് ഓരോ ദിവസവും ഓരോ കൽപ്പനകളാണ് കേട്ടോ. അദ്ദേഹത്തിന് ഒരു ഭരണഘടനാപരമായിട്ട് ഒരു ചുമതലയുമില്ല, ഒരു സാധാരണ വ്യക്തിയാണ്. പക്ഷെ ഓരോ ദിവസവും ഓരോ നിയമം കൊണ്ടുപോവാണ്. ഒരിക്കലും ഒരു നിയമം കൊണ്ടുവന്നു, അതെന്താണെന്ന് വെച്ചാൽ ജുമാ മസ്ജിദിൻ്റെ അടുത്ത് നോക്കി അവിടെ നിന്ന് നോക്കിയാൽ ദൂരെ കൊണാട്ട് പ്ലേസ് കാണണം കേട്ടോ. അതൊരു ഫാൻറ്റസിയാണ്. ഈ ജുമാ മസ്ജിദിൽ പാവങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ദരിദ്രരായിട്ടുള്ള പാവങ്ങളാണ്, പട്ടിണി അടക്കുന്നവരാണ്, തലമുറകളായി അവിടെ ജീവിക്കുന്നവരാണ്. അവരുടെ ഇടയിൽ അവിടെ നിന്ന് നോക്കിയാൽ ദൂരെ മനോഹരമായിട്ടുള്ള കൊണാട്ട് പ്ലേസ് കാണാം. അതിന് തടസ്സങ്ങളുണ്ടാകുന്നു. തടസ്സങ്ങളിൽ നിൽക്കുന്ന എടുപ്പുകൾ മുഴുവൻ ഇടിച്ചു കളയുക, കാരണം മറ്റേ കാഴ്ചയ്ക്ക് വേണ്ടി. ഇതുപോലുള്ള അധികാരത്തിൻ്റെ ദുർവിനിയോഗം ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. പിന്നെ ആ യുവാവിൻ്റെ അമ്മയും അത് തന്നെ ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോഴാണ് നമ്മുടെ ജയപ്രകാശ് നാരായണൻ പറഞ്ഞത്, സിംഹാസനം ഒഴിയൂ, ജനങ്ങൾ വരികയായിരുന്നു. മനോഹരമായിട്ടുള്ളൊരു പ്രയോഗമാണ്, ഞാനിത് കേട്ടതാണ്. അവിടെ രാംലീല ഗ്രൗണ്ടിൽ 10,000-കണക്കിന് ആളുകൾ അഭിമുഖീകരിച്ചുകൊണ്ട് ജയപ്രകാശ് നാരായണൻ പറഞ്ഞതാണ്, സിംഹാസനം ഒഴിയും, ജനങ്ങൾ വരികയായി. ഞാൻ എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുദ്രാവാക്യമല്ലത്, അതൊരു ഗീതോപദേശം പോലുള്ള ഒന്നാണത്. അപ്പം അധികാരത്തിൻ്റെ ദുർവിനിയോഗം അത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് ആ ഒരു കാലഘട്ടമാണ്. പക്ഷേ എന്തെങ്കിലും ഞാൻ ഡൽഹി കഥകളത് പറഞ്ഞിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയെ ഇവർ വധിച്ചപ്പോൾ എനിക്ക് വിഷമം തോന്നി. കാരണം ഒരു സ്ത്രീയെ കൊല്ലാൻ വേണ്ടി ഇത്രയധികം ബുള്ളറ്റുകൾ ആവശ്യമുണ്ടോ എന്നുള്ളത് കേട്ടോ. അത്രയധികം ബുള്ളറ്റുകളാണ് അവരുടെ ശരീരത്തിലേക്ക് പമ്പ് ചെയ്തത്. ഈ ഒരു ജീവിതം ഇതൊരു ജീവിത നാടകം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഡൽഹിയുടെ ജീവിതം 40 വർഷം ഞാൻ ജീവിച്ച ആ 40 വർഷത്തെ കഥ ശരിക്ക് വ്യാസൻ എഴുതിയിരുന്നെങ്കിൽ അതൊരു ആധുനിക മഹാഭാരതമാകുമായിരുന്നു. പക്ഷേ അത് എഴുതാൻ വ്യാസനില്ല. ഞാനോ വി വിജയനോ VK-നോ ഒന്ന് വിചാരിച്ചാൽ സാധിക്കില്ല. അങ്ങനെ ഒരു ആധുനിക വ്യാസൻ ഉണ്ടായിരുന്നെങ്കിൽ മറ്റൊരു മഹാഭാരതം കൂടി കിട്ടുമായിരുന്നു. നീതിക്ക് വേണ്ടിയുള്ള യുദ്ധങ്ങൾ കേട്ടോ. മയ്യഴി വേറൊരു അനുഭവം തന്നു, ഡൽഹി വേറൊരു അനുഭവം തന്നു. ഡൽഹി ഇതുപോലെ തന്നെ ജാതിയും മതവും ഇല്ലാത്തൊരു മനുഷ്യനാക്കി മാറ്റിയത് ഡൽഹിയാണെന്ന് മൂന്നേട്ടൻ എഴുതിയിട്ടുണ്ട്. വ്യക്തി എന്ന രീതിയിൽ ജാതിയും മതത്തോടുള്ള വിയോജിപ്പ് വന്നത് ഡൽഹിയിലെ ജീവിതമാണെന്ന് എഴുതിയിട്ടില്ലേ? അല്ല, അത് ആദ്യം ശരിയാണ്. പക്ഷെ എപ്പോഴും അവിടെ ഈ മതം ജാതി എന്നെ ഇങ്ങനെ പിന്തുടർന്നിരുന്നു. എൻ്റെ ജാതി അറിയാൻ വേണ്ടി എന്തൊക്കെ ശ്രമങ്ങൾ ഓരോരു നടത്തിയെന്ന് പറയും. അങ്ങനെ ചോദിക്കും, അച്ഛൻ്റെ പേരെന്താണ്? അങ്ങനെ അച്ഛൻ്റെ പേര് അതിലും ജാതിയില്ല, കൃഷ്ണൻ. അത്രയേ ഉള്ളൂ. ഞാൻ പറയാം, അപ്പം മണിയമ്പത്ത് കൃഷ്ണൻ, മണിയമ്പത്ത് M. അപ്പോഴും എങ്ങനെയാണ് നിൽക്കും. എന്നിട്ടിങ്ങനെ ചോദിക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. അത് അങ്ങനെ ജാതി അറിയാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്, ഡൽഹി ജാതിയുടെയും മതത്തിൻ്റെയും ഒരു നഗരമായിട്ട് ക്രമേണ രൂപാന്തരപ്പെട്ടു എന്നുള്ളത്. അതുപോലെ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളും തിരഞ്ഞെടുപ്പുകളും ഇല്ലാതായാൽ മാത്രമേ ജാതി ഇല്ലാതാവുള്ളൂ എന്ന്. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് വളരെ പ്രസക്തമായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം. ഒരുപക്ഷെ കേരളത്തെക്കുറിച്ച് മുകുന്ദൻ പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, രോഗികളുടെ ഒരു സ്ഥലമാണ്, രോഗികളാണ് ഏറ്റവും കൂടുതൽ. അതുപോലെ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമുള്ള ഒരു സ്ഥലമാണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? തിരിച്ചു വന്ന കേരളം എങ്ങനെയായിരുന്നു? അല്ല, കേരളത്തിൻ്റെ ഒരു പ്രശ്നം സമ്പന്നതയാണ്. അപ്പം പഴയകാലത്തെ രാഷ്ട്രീയം സമ്പന്നമായിരുന്നില്ല. കാരണം പഴയകാലത്തെ രാഷ്ട്രീയം എൻ്റെയൊക്കെ കൗമാരപ്രായത്തിലോ അല്ലെ എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന രാഷ്ട്രീയം ദരിദ്രമായിരുന്നു. അതിനുള്ള കാരണം സമൂഹം ദരിദ്രമായിരുന്നു എന്നുള്ളതാണ്. ആരുടെ കയ്യിലും പൈസ ഉണ്ടായിരുന്നില്ല. ഒരു ചായ കുടിക്കാനുള്ള പൈസ പോലും ഉണ്ടായിരുന്നില്ല. ഒരു സിനിമ കാണാൻ ഉള്ള പൈസ ഉണ്ടായിരുന്നില്ല. അങ്ങനെ സമൂഹം ദരിദ്രമായതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയവും ദരിദ്രമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ അമേരിക്കൻ സ്റ്റാൻഡേർഡാണ് മലയാളികളുടെ ജീവിതത്തിന്.
പണ്ട് അമേരിക്കയിൽ പോയി വന്നവരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അവിടെ ഒരു വീട്ടിൽ 2 കാറുകളുണ്ടാവും എന്നൊക്കെ. ഇവിടെ എത്ര വീടുകളിൽ ഇപ്പോൾ 2 കാറുകളുണ്ട് കേട്ടോ. കാറുകളില്ലാത്ത വീടുകൾ ഇവിടെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ജീവിതം സമ്പന്നമായപ്പോൾ നമ്മുടെ രാഷ്ട്രീയവും സമ്പന്നമായി എന്നുള്ളതാണ്. രാഷ്ട്രീയം സമ്പന്നരുടെ ഒരു ലോകമായിട്ട് മാറി. പഴയ കാലത്ത് സമൂഹത്തിൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് രാഷ്ട്രീയവും ദരിദ്രമായി. അപ്പം ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം സമ്പന്നതയാണ് കേട്ടോ. അപ്പം ഇവിടെ നഷ്ടപ്പെടുന്ന മൂല്യം ഞാൻ വിശക്കുന്നവരുണ്ട്, ഇല്ലാതെ പറഞ്ഞില്ല. ആദിവാസികളും അവരൊക്കെ ഇപ്പോഴും ദരിദ്രരാണ്, കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഭൂരിഭാഗവും നമ്മുടെ പറയുന്ന ഈ മിഡിൽ ക്ലാസ് ഉണ്ടല്ലോ, മധ്യവർഗം മുകളിലേക്ക് കയറിപ്പോയി കേട്ടോ. മധ്യവർഗം ഭയങ്കര പൈസയാണ്. അപ്പോൾ നമ്മളത് ഒരു 10, 30, 40 വർഷം മുമ്പ് നമുക്കത് ഇമാജിൻ ചെയ്യാൻ കഴിയില്ലായിരുന്നു, ഇത്രയും പൈസ നമ്മുടെ കയ്യിൽ. അപ്പം ഈ പൈസ ഉണ്ടാക്കുന്ന പ്രശ്നം, അതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. എനിക്ക് തോന്നുന്നത് ഈ മലയാളികൾ ഇപ്പോഴും നമ്മൾ സാധാരണ പറയല്ല ഓവർ ഈറ്റിംഗ് എന്ന് പറയും, അമിതമായിട്ട് തിന്നുക. അമിതമായിട്ട് ഭക്ഷണം കഴിച്ചാൽ നമുക്ക് എന്താ സംഭവിക്കുക? നമുക്ക് വയറിന് പ്രശ്നം ഉണ്ടാകും. ഇപ്പം നമ്മൾ അമിതമായിട്ട് ജീവിക്കുകയാണ് കേട്ടോ. അപ്പോൾ വയറിനല്ല പ്രശ്നം നമ്മുടെ ആത്മാവിനാണ്. അപ്പം അമിതമായിട്ട് തിന്നുമ്പോൾ വയറിളക്കം ഉണ്ടാകുന്നത് പോലെ ഇപ്പം അമിതമായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മാവിളക്കം ഉണ്ടാകണം, അതായത് ആത്മാവിന് വയറിളക്കം ഉണ്ടാകണം. അപ്പം അമിതമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുക, എല്ലാം ആവശ്യത്തിലധികം വസ്ത്രങ്ങൾ, ആവശ്യത്തിലധികം ചെരുപ്പുകൾ, ആവശ്യത്തിലെ വലിപ്പമുള്ള വീടുകൾ, ആവശ്യത്തിലധികം കാറുകളും ബൈക്കുകളും, അങ്ങനെ എല്ലാം കൂടുതൽ. അങ്ങനെ മലയാളികൾ നമ്മൾ പറയും ലിവിങ് ഇൻ എക്സസ് എന്നുള്ളത്. ഇംഗ്ലീഷിൽ നമ്മൾ പറഞ്ഞാൽ അത് കുറച്ചുകൂടി അമിതമായി ജീവിക്കുക, ലിവിങ് ഇൻ എക്സസ്. പണ്ട് നമ്മൾ ദാരിദ്ര്യത്തോടെയാണ് ജീവിച്ചത്, ഇന്ന് ദാരിദ്ര്യമില്ല, നമ്മൾ ആർഭാടത്തോടെ ജീവിക്കുന്നു. അതാണ് ഇന്നത്തെ നമ്മുടെ പ്രശ്നം. ആർഭാടം കൂടുമ്പോൾ നമ്മുടെ ആത്മാവ് ദരിദ്രമാവുകയാണ് ചെയ്യുന്നത്. കേരളത്തിലൊരു മാറ്റം എന്താണ് മൂന്നേട്ടൻ ആലോചിക്കുന്നത്? ഇപ്പം രാവിലത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞു കേരളത്തിൽ നിന്ന് വർഗീയത മാറി നിൽക്കുന്ന ഒരു അവസ്ഥ വേണമെന്നുള്ള രീതിയിൽ പ്രസംഗിച്ചിരുന്നു. ഇന്നത്തെ കേരളത്തിൽ ഇപ്പോൾ തിരിച്ചു വന്നു, മയ്യഴിയും ഡൽഹിയും ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം കേരളത്തെ കൂടുതൽ അറിയുകയാണ്, വേറെ രീതിയിൽ അറിയുകയാണ്. എന്താണ് കേരളത്തിൽ ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ, ഓർത്തെടുക്കാൻ പറ്റുമോ? അല്ല, കേരളത്തിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലം അല്ലെങ്കിൽ എൻ്റെ കൗമാരകാലം ഞാൻ ചിലവഴിച്ച ആ ഒരു കേരളം നഷ്ടമായതിലെനിക്ക് വിഷമം തോന്നി. കാരണം അന്ന് നമുക്ക് ദാരിദ്ര്യമുണ്ടെങ്കിലും നല്ലൊരു കാലമായിരുന്നു, നല്ലൊരു ജീവിതമായിരുന്നു. അത് ദാരിദ്ര്യമുണ്ടായിരുന്നു, ആരുടെ കയ്യിലും പൈസ ഉണ്ടായിരുന്നില്ല, പക്ഷേ മനുഷ്യരൊക്കെ നല്ലവരായിരുന്നു, നല്ലൊരു ജീവിതമായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഞാൻ പുതിയ ജീവിതത്തോട് ഞാൻ കലഹിക്കുന്നില്ല, ഞാൻ എതിരൊന്നുമല്ല. നമ്മളിന്ന് മലയാളികൾ നയിക്കുന്ന സമ്പന്നമായ ജീവിതം ഉണ്ടല്ലോ, എനിക്കതിനോട് എതിർപ്പൊന്നുമില്ല. നമ്മൾക്ക് എല്ലാവർക്കും സമ്പന്നമായി ജീവിക്കണം, അത് മനുഷ്യരുടെ ആഗ്രഹമാണ്, നല്ല ഭക്ഷണം കഴിക്കുക. പക്ഷേ നല്ല സമ്പന്നമായി ജീവിക്കുമ്പോൾ നമ്മൾ മൂല്യങ്ങൾ കൈവെടിയുന്നു എന്നുള്ളതാണ് പ്രശ്നം. മൂല്യങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് സമ്പന്നമായി ജീവിക്കുവാൻ നമുക്ക് സാധിച്ചാൽ അത് വളരെ നല്ലതാണ്. അപ്പം എനിക്ക് മലയാളികളിൽ പ്രതീക്ഷയുണ്ട്. മലയാളികൾ ലോകത്തെ നന്നാക്കുവാൻ ഒരുപക്ഷെ മലയാളികൾക്ക് സാധിക്കും. മലയാളിയുടെ കഴിവ് തിരിച്ചറിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ഈ കഴിഞ്ഞ ഒരു 50 വർഷത്തിനുള്ളിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിദ്യാഭ്യാസം, കർഷകരുടെ മണ്ണ് കർഷകരുടേതായി, അങ്ങനെ എന്തെല്ലാം വിപ്ലവകരമായ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നു കേട്ടോ. നമ്മുടെ ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ നമ്മൾ വളരെ ഉയരം നിൽക്കുകയാണ്. പലപ്പോഴും യൂറോപ്യൻസിനേക്കാൾ ഉയരത്തിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. ഒരു യൂറോപ്യനേക്കാളും നല്ലൊരു സാമൂഹിക ജീവിയാണ് മലയാളി. പക്ഷെ എവിടെയോ ഒരു തകരാറുണ്ട്, ആ തകരാറ് നമ്മൾ കണ്ടെത്തണം. അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ലോകത്തിന് ഒരു മാതൃകയാകും. അത് കണ്ടെത്താൻ ഞാൻ തന്നെ ശ്രമിക്കുകയാണ്, എവിടെയാണ് നമ്മുടെ പ്രശ്നം എന്നുള്ളത്. ഇത്രമാത്രം എഴുത്തുകാരെ സ്നേഹിക്കുന്ന
നാട് ലോകത്തിൽ എവിടെയും കാണില്ല. എഴുത്തുകാരെ അമിതമായി സ്നേഹിക്കുന്ന ഒരു സമൂഹം കൂടിയാണോ അതിൻ്റെ കേരളം? പ്രശ്നമുണ്ട്. അതുകൊണ്ട് എനിക്ക് നേരത്തെ ഇവിടുന്ന് ഓടിപ്പോകേണ്ടി വന്നു. അമിതമായ അവാർഡുകൾ കൊടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കേരളം. എല്ലാം അമിതമാണ്. എഴുത്തുകാരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ സ്നേഹിച്ചു കൊല്ലും. തീർച്ചയായിട്ടും വായനയിലേക്ക് വന്ന മൂന്നേട്ടൻ നേരത്തെ എം ടിയെ കുറിച്ച് പറഞ്ഞെങ്കിലും മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കുന്ന ഒരാളാണ്. ആധുനികമായ സാഹിത്യത്തെ വായിച്ചറിയുന്ന ആളാണ്, എനിക്കറിയാം. വായിച്ച് പ്രോഫറ്റ് സോങ് വായിച്ച് കരഞ്ഞുപോയി എന്ന് എഴുതിയിട്ടുണ്ട്. സ്റ്റിൽ ആലീസ് എന്ന സിനിമ കണ്ട് കരഞ്ഞുപോയി എന്ന് എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് വായനയെക്കുറിച്ച്, എന്താണ് അതിൻ്റെ ഒരു പുതിയ സ്വഭാവം? അങ്ങനെ വായന എനിക്ക് എപ്പോഴും ഒരു സമാന്തര ജീവിതമാണ്. ഞാൻ പുസ്തകത്തിൽ കൂടിയാണ് ചിലപ്പോൾ ജീവിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ 4-5 പുസ്തകങ്ങൾ അടുത്ത കാലത്ത് വായിച്ചിട്ടുള്ള പ്രൊഫറ്റ് സോങ്ങും പിന്നെ വെജിറ്റേറിയൻ വായിച്ച് തീർത്തപ്പോൾ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഉറങ്ങാൻ സാധിച്ചില്ല. ഒരു കൊച്ചു നോവലുണ്ടല്ലോ, അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു നോവലാണ്. അത് ഇപ്പം നമ്മൾ ആ ഒരു സ്ത്രീ പിന്നെ ഒരു വൃക്ഷമാകാൻ വേണ്ടിയാണല്ലോ ആഗ്രഹിക്കുന്നത്. മനുഷ്യനായാൽ നമുക്ക് മാംസം കഴിക്കണം, അല്ലേ? അവർ പറയുന്നത് പിന്നെ അവർക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് സൂര്യവെളിച്ചം മാത്രം മതിയെന്ന് പറഞ്ഞത്. അത് മരത്തിനാണ്. അതൊരു വല്ലാത്തൊരു അങ്ങനെ ഈ പ്രൊഫറ്റ് സോങ്, വെജിറ്റേറിയൻ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ശരിക്കും എനിക്കൊരു സമാന്തര ലോകമാണ്, സമാന്തര ജീവിതമാണ് വായിക്കുക എന്നുള്ളത്. അപ്പം അത് ഞാൻ മാത്രമല്ല, എല്ലാവരും. എം ടി അപ്പോൾ അവിടെ ഒരു ഉദാഹരണമാണ്. അവിടെ ഒരു ചോദ്യമുണ്ട്. ഇപ്പം ഇത്തരം നോവലുകൾ ലോകം അംഗീകരിച്ച വലിയ എഴുത്തുകാരും വലിയ ഫ്രഞ്ച് സാഹിത്യത്തിലായാലും പുതിയ കണ്ടംപററി നോവലിസ്റ്റുകളൊക്കെ വായിക്കുകയും അറിയുകയൊക്കെ ചെയ്യുമ്പം മലയാള സാഹിത്യം എവിടെയാണ് നിൽക്കുന്നത്? അല്ല, നമ്മൾ ഒട്ടും പിറകിലല്ല. പക്ഷേ ഈ പറഞ്ഞ നോവലുകൾ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞ ഈ പ്രൊഫറ്റ് സോങ് അല്ലെങ്കിൽ വെജിറ്റേറിയൻ അതുപോലുള്ള നോവലുകൾ നമുക്ക് എഴുതാൻ സാധിക്കും. പക്ഷേ ഇവിടെ നമുക്ക് ഒരു പ്രശ്നം, നമ്മൾ ഈ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടുന്നു എന്നുള്ളതാണ്. പിന്നെ വലിയ എഴുത്തുകാർ ഒരിക്കലും പ്രലോഭനങ്ങൾക്ക് വഴങ്ങില്ല. അവർ ഇപ്പം നമ്മുടെ അരുന്ധതി റോയ് നോക്കൂ. അരുന്ധതി റോയിക്ക് പിന്നെ അത് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് വിജയിച്ചപ്പോൾ അവർക്ക് വേണ്ടി പ്രസാധകർ പിന്നെ ഫിലിം പ്രൊഡ്യൂസേഴ്സൊക്കെ കാത്തു നിൽക്കാറുണ്ട്. എത്ര കോടികൾ, 100 കോടിയോ 1000 കോടിയോ ഒക്കെ ചിലവഴിക്കാൻ. അവരുടെ മൂല്യം $1 ബില്യൺ നടന്നത് ഇപ്പോഴും. അതായത് പിന്നെ ഇവരുടേത് അരുന്ധതി റോയിയുടെ ഇപ്പോഴത്തെ മൂല്യം, വിപണി മൂല്യം $100 കോടി പറഞ്ഞത്. കാരണം അവരുടെ ഓരോ വാക്കിനും അത്രയും വിലയുണ്ട്. എന്നിട്ടും അവരുണ്ട് എഴുതുന്നു. അതാണ് ആ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ഒരു കരുത്ത്. എം ടി മറ്റൊരു ഉദാഹരണമാണ്. മലയാളത്തിൽ ഇത്രയധികം പിന്നെ ആരുടെ പുസ്തകങ്ങളും ഇത്രയധികം മലയാളത്തിൽ വിറ്റിട്ടില്ല. അപ്പോൾ പലരും കണക്ക് പറയും, എൻ്റേത് 2 ലക്ഷം കോപ്പി വിറ്റു എന്നൊക്കെ. എം ടി കണക്ക് പറയില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ മലയാളികൾ വായിച്ചിട്ടുള്ളത് എം ടിയുടെ പുസ്തകങ്ങളാണ്, വാങ്ങിയിട്ടുള്ളത് എം ടിയുടെ പുസ്തകങ്ങളാണ്. പക്ഷെ ഒരു പ്രലോഭനങ്ങൾക്ക് മനുഷ്യൻ വഴങ്ങില്ല കേട്ടോ. അങ്ങനെ അതാണ് നമ്മൾക്ക് അങ്ങനെ എം ടി, അരുന്ധതി റോയ് ഇങ്ങനെ ചിലരെ മാറ്റി നിർത്തിയാൽ മറ്റ് ഭൂരിഭാഗം എഴുത്തുകാരും പ്രലോഭനങ്ങൾക്ക് വഴങ്ങുന്നവരാണ്, ഞാനടക്കം. അതാ ഞാൻ ചോദിക്കാം. ഒ വി വിജയൻ പോലും പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയ. പിന്നെ അതാണ് നമ്മുടെ പ്രശ്നം. പിന്നെ അത് എങ്ങനെ നമുക്ക് വിപണിയുടെ പ്രലോഭനങ്ങളെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും? അപ്പോൾ മാത്രമേ മലയാള സാഹിത്യത്തിന് ഇഷ്ടപ്പെടാൻ കഴിയുള്ളൂ. പുതിയ എഴുത്തുകാരെ കുറിച്ച് നോക്കുമ്പോൾ മൂന്നിടത്ത് തന്നെ പണ്ടെവിടെയോ പറഞ്ഞൊരു വാചകം ഞാൻ ഓർമ്മയ്ക്കാണ്. അവർ പുസ്തകങ്ങൾക്ക് മുമ്പിൽ നടക്കാൻ, താൻ എഴുതിയ രചനകൾക്ക് മുമ്പേ നടക്കാൻ ശ്രമിക്കുന്ന എഴുത്തുകാരാണ് പുതിയ എഴുത്തുകാർ. പുസ്തകങ്ങളിലൂടെ സംസാരിക്കാനല്ല, പുസ്തകങ്ങൾ സംബന്ധിച്ചോട്ടെന്നല്ല പറയുന്നത്. അതൊരു പുതിയ ട്രെൻഡായിട്ട് വരും. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ലാതെ പുസ്തകങ്ങളെക്കാൾ എഴുത്തുകാരന് വലുതാകുന്ന അത് തന്നെ ഒരു ട്രെൻഡാണത്. പുസ്തകങ്ങളെക്കാൾ വലുതാകുന്നു എഴുത്തുകാരന്. അത് നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്ന ശേഷമാണ് അത് സംഭവിച്ചത്. മുമ്പ് പിന്നെ എഴുത്തുകാരന് വളരെ ചെറുതായിരുന്നു, പുസ്തകമാണ് മുമ്പിൽ നടന്നത്. പക്ഷേ സോഷ്യൽ മീഡിയ വന്ന ശേഷം എഴുത്തുകാർ വലുതാകുകയും അവരുടെ രചനകൾ ചെറുതാകുകയും ചെയ്തു. പിന്നെ അത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒന്നാണ് കേട്ടോ. അത് നമ്മളൊരിക്കലും, ഇപ്പം ഞാനൊരിക്കലും എൻ്റെ ഒരു രചനയേക്കാൾ വലിയവനാകരുത്. അതിനുവേണ്ടി അല്ലല്ലോ ഞാൻ എഴുതുന്നത്. അപ്പോൾ എൻ്റെ രചനയാണ് മുമ്പിൽ നടക്കേണ്ടത്. അപ്പോൾ പുതിയ എഴുത്തുകാർക്ക് പലർക്കും അത് സാധിക്കുന്നില്ല. അവർ പുതിയ എഴുത്തുകാരുടെ
പിന്നെ പുതിയ എഴുത്തുകാരും അവരുടെ രചനകളേക്കാൾ വലുതാകുന്നുണ്ട്. അപ്പം അത് അവരുടെ കുറ്റമല്ല, അവർ ചെയ്യുന്നതല്ലത്. അത് ഈ സോഷ്യൽ മീഡിയ ചെയ്യുന്നതാണ്. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വേണ്ട. ഫേസ്ബുക്ക് ഇപ്പോൾ പറയുന്നത് അത് വയസ്സന്മാരുടെയാണെന്ന് കേട്ടോ. എന്നോട് ഒരാൾ പറഞ്ഞാണ് FB അതൊക്കെ വയസ്സന്മാരുടെയാണ്. ട്വിറ്റർ അതും വേണ്ട, അതൊക്കെ വയസ്സന്മാരുടെയാണ്. നമുക്ക് വേണ്ടത് ഇൻസ്റ്റാഗ്രാമാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ താരമാകുക. അപ്പോൾ നിങ്ങളുടെ പുസ്തകം ഭയങ്കരമായിട്ട് വിറ്റ് പോകും കേട്ടോ, ഭയങ്കരമായിട്ട് പോകും. അത് പിന്നെ എനിക്ക് തന്നെ അനുഭവമുണ്ട്. അത് സീക്രറ്റാണ്, പ്രൊഫഷണൽ സീക്രറ്റാണ്, പക്ഷേ പറയാൻ പാടില്ല. അതുപോലെ ഞാനൊരു ഉദാഹരണം പറയാം. ഈ ഹരിദ്വാരയിൽ മണികൾ മുഴങ്ങുന്ന നോവൽ, അത് പണ്ട് ഭയങ്കരമായിട്ട് ആവേശത്തോടെ വായിച്ചതാണ് കേട്ടോ ആളുകൾ. ചെറുപ്പക്കാരെന്ന് നമ്മളെ കുഴപ്പത്തിലാക്കി വായിച്ച പിന്നീട് അതങ്ങനെ വിൽപ്പനയുണ്ട്, അങ്ങനെ പോവാണ്. ഇപ്പം ഈയിടെ ഞാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അതിന് ഒരു പുതിയ പതിപ്പ് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. 3 മാസം കൊണ്ട് അതിനൊരു പുതിയൊരു പതിപ്പ്. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന മലയാളികളുടെ എന്താണ്, മലയാളികൾ വീണ്ടും അവരുടെ ബുദ്ധിക്ക് തകരാറ് പറ്റിയ, കാരണം ഈ പുസ്തകം അവർ രണ്ടാമത് വായിക്കാൻ ഇപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈ ഇൻസ്റ്റാഗ്രാമിൽ ആരൊക്കെ ഈ പുസ്തകം ഹരിദ്വാറിൽ മണികൾ മുഴുവൻ റീൽസിൽ കൂടെ ആഘോഷിച്ചു. അപ്പോൾ കുറേ പേര് പെട്ടെന്ന് കൊണ്ട് വായിക്കുകയും പിന്നെ 3 മാസം കൊണ്ട് ഒരു തികച്ചും അവിചാരിതമായിട്ട് പഴയൊരു പുസ്തകം, 50ഓളം വർഷം പഴയ ഒരു പുസ്തകത്തിന് 3 മാസത്തിനുള്ളിൽ പെട്ടെന്നൊരു പുതിയ പതിപ്പുണ്ടാകുമ്പോൾ, അപ്പം ഇതാണ് സോഷ്യൽ മീഡിയ ചെയ്യുന്നത് കേട്ടോ. തീർച്ചയായിട്ടും മറ്റൊരു എഴുത്തുകാരൻ്റെ മുന്നിലുള്ളൊരു വലിയ വെല്ലുവിളിയായിട്ട് കാണുന്ന ഒരു ലോകം ഇപ്പോൾ റോബോട്ടിക്സ് എന്ന് പുതിയ രീതിയിലുള്ള ഭാവന നിർമ്മിക്കാൻ കഴിയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരികയാണ്. എനിക്കറിയാം, ന്യൂയോർക്കിൽ വെച്ചൊരു റോബോട്ട് മേലിൽ തട്ടിയ കഥ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ അങ്ങനെ ഭാവനയെ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ഭാവന കൈവിട്ട് പോകുമോ എന്നൊരു ആദിയിലാണ് ലോകം. അപ്പോൾ എഴുത്തുകാരൻ അങ്ങനെ ഒരു വെല്ലുവിളി. നാളെ ഒരു ദിവസം ബുക്കർ പ്രൈസിലോ അല്ലെങ്കിൽ ഇവിടുത്തെ വയലാർ അവാർഡിന് പോലും ഒരു മലയാളത്തിൽ റോബോട്ട് എഴുതിയൊരു കൃതിയും അല്ലെങ്കിൽ നമ്മൾ എഴുത്തുകാരെഴുതിയും തമ്മിൽ മത്സരിക്കുന്നൊരവസ്ഥ, നോബൽ പ്രൈസിനോ ബുക്കർ പ്രൈസിനോ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഒരു നോവൽ കോമ്പീറ്റ് ചെയ്യുന്നൊരവസ്ഥ വരാനുള്ള സാധ്യത ലോകത്തിൻ്റെ മുന്നിലുണ്ട്. ഇതിനെങ്ങനെ നോക്കിക്കാണുന്നു? ഉണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മളെക്കാൾ നന്നായിട്ട് പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എഴുതും, അവർക്ക് സാധിക്കും. കാരണം അതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വികാരമില്ലല്ലോ, നമുക്കതുണ്ട്. അതിന് വികാരമില്ലാത്തത് പെർഫെക്റ്റ് ആയിട്ട് ഒരു സാഹിത്യ രചനയുടെ മൂല്യം അതിൻ്റെ രചനാപരമായിട്ടുള്ള പെർഫെക്ഷൻ ആണെങ്കിൽ AI നമ്മളെ തോൽപ്പിക്കും. പക്ഷെ അതിന് നോം ചോംസ്കി പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, പിന്നെ AI ഇങ്ങനെ നമുക്ക് ഒരു ഭീഷണിയാണോ? അദ്ദേഹം പറഞ്ഞു ഒരിക്കലായിരിക്കില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ AI പിന്നെ അവൈലബിളായിട്ടുള്ള ട്രില്യൺ കണക്കിന് ഡാറ്റ, അതിൽ നിന്നാണ് അതിൽ നിന്നാണ് ഒന്നിനും ഉണ്ടാക്കുന്നത്. പക്ഷേ ചോംസ്കി പറഞ്ഞത് മനുഷ്യൻ സ്വപ്നങ്ങളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. മനുഷ്യൻ ഒരു രചന ഉണ്ടാക്കുന്നത് മനുഷ്യൻ സ്വപ്നങ്ങളിൽ നിന്നാണ്. AI ഉണ്ടാക്കുന്നത് അതിൻ്റെ കയ്യിലുള്ള ട്രില്യൺ കണക്കിന് ഡാറ്റ, അതിൽ നിന്നാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. പക്ഷേ ഇത് ഒരു കാര്യം കൂടിയുണ്ട്. നാളെ AI സ്വപ്നം കാണാൻ പഠിച്ചാൽ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുള്ള, അതാണ് സ്വപ്നം കാണാത്ത AI ആയിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിച്ചേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു ചോദ്യം കൂടി. തീർച്ചയായിട്ടും നായനാർക്ക് കൊടുത്തൊരു വാക്കെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ജീവിതത്തെക്കുറിച്ചൊരു നോവൽ എഴുതണമെന്നും നായനാരെ കഥാപാത്രമാക്കിയ ഒരു നോവൽ മനസ്സിലുണ്ടെന്നും പറഞ്ഞിരുന്നു. അതൊന്ന് പറയാവോ? നായനാരെ പാമ്പ് കടിക്കുന്ന ഒരു നായനാരെക്കുറിച്ച് എഴുതി തുടങ്ങിയിരുന്നു. നായനാരെക്കുറിച്ചല്ല, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം അല്ലെങ്കിൽ 100 പേജോളം എഴുതി. പിന്നെ എഴുതാൻ ധൈര്യമില്ല. അതിൻ്റെ അത്ര പ്രയാസത്തിലായോ കേരളം? അത് പ്രായമായില്ലേ. ഇനിയിപ്പം ഞാൻ വിചാരിക്കുന്നത് എന്തിനാണ് ഇനിയിപ്പം ഒരുപാട് ഈ വടി കൊടുത്ത് തല്ലുവാങ്ങാന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇനി പ്രായമായി, ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, ഇനി സുഖമായിട്ട് ജീവിക്കുക. അപ്പം ആ നോവൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ, ഞാൻ വിചാരിച്ച വിധത്തിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര കലാപം സൃഷ്ടിക്കും കേട്ടോ. അതുകൊണ്ട് എന്നെ സസ്പെൻഡ് ചെയ്യും. ആരാ സസ്പെൻഡ് ചെയ്യാന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഡിസ്മിസ് ചെയ്യും. അത് ഞാനത് തുടക്കം എനിക്ക് എനിക്കെന്നെ സന്തോഷമായിരുന്നു. പറയാം എന്തായാലും. അത് പറഞ്ഞ ആരെങ്കിലും കോപ്പി അടിച്ചാലോ സാരമില്ല, എന്നാലും അത് സംഭവിച്ച കഥയാണ്. നായനാർ പിന്നെ ഒളിവിൽ പോയ കാലത്ത് ഒരു ദിവസം അദ്ദേഹം വീട്ടിലേക്ക് നടന്നു പോകണം. അന്ന് ഇന്നത്തെ പോലെ പിന്നെ വാഹനങ്ങളൊന്നുമില്ല, വെളിച്ചമില്ല. അപ്പം മഴ പെയ്യുന്ന സമയത്ത് രാത്രി ഇരുട്ടിൽ കൂടെ
നായനാർ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ഇരുട്ടിൽ രണ്ട് കണ്ണുകൾ കണ്ണുകളുടെ വെളിച്ചം, അത് ഒരു സർപ്പമാണ്. സർപ്പം പണമുയർത്തി നായനാരുടെ മുമ്പിൽ നിൽക്കാനും. അപ്പോൾ നായനാർ പറഞ്ഞ് മാറി നിൽക്കടാന്ന് പറഞ്ഞു. കാരണം ഇത് കൃഷ്ണപ്പള്ളിയല്ല, ഇത് നായനാരാണ് കേട്ടോ. അപ്പോഴും പാമ്പ് പണം താഴ്ത്തി ഇഴഞ്ഞുപോയി. അത്ര ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കോപ്പിറൈറ്റ് ഉണ്ട്. ഇത് വേറെ ഞാൻ കേസ് കൊടുക്കും. പിന്നെ അത് അങ്ങനെ എഴുതി 110-120 പേജ് എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ ഇപ്പം എനിക്ക് തോന്നുന്നത് എന്താ അറിയാം, മുഴുമിക്കാത്ത നോവൽ എന്ന് പറഞ്ഞ് ഇതങ്ങോട്ട് പ്രസിദ്ധീകരിച്ചാലും തോന്നില്ല. അങ്ങനെ മലയാളത്തിൽ നല്ല ലോകഭാഷയിൽ എനിക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ സ്പാനിഷ് ഭാഷയിൽ ലാറ്റിൻ അമേരിക്കയിലേക്ക് ഉണ്ടാവും. അപ്പോൾ ഞാനിത് മുഴുമിക്കുന്നില്ല. എന്നിട്ട് ഞാൻ പറയും മുഴുമിക്കാത്ത നോവൽ, ഇനി ബാക്കി വായനക്കാർ മുഴുമിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച്. നമ്മുടെ സമയത്തിൻ്റെ പരിമിതിയുണ്ട്. തീർച്ചയായിട്ടും 82 വയസ്സെന്നാണ് കണക്ക് പറയുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷേ അത് ശരീരത്തിന് മാത്രമാണ്. ഇന്നും 15കാരനെ കൊതിപ്പിക്കുന്ന സാഹിത്യം എഴുതാൻ കഴിവുള്ള ആളാണ്. ആത്മകഥയിൽ ഇത്രയധികം ബലിതം പ്രയോഗിച്ച, അതൊക്കെ സംസാരിക്കാനുണ്ട്, പക്ഷേ സമയമില്ല. ആത്മകഥയിൽ ഇത്രയധികം ബലിതം ഞാൻ കണ്ടിട്ടില്ല. എംബസിക്കാലം പോലൊരു ബലിതകൃതി ഉണ്ടോയെന്ന് അറിയില്ല. അത്രമാത്രം എന്തിനേയും അത്ര രസകരമായി എഴുതാൻ കഴിയുന്ന യൗവനം തുടിച്ചു നിൽക്കുന്ന ഈ മനസ്സാണ്. ആ മനസ്സിൽ സർഗാത്മകത ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണെന്ന് സ്വയം പറയുകയും ചെയ്തു. ആ സർഗാത്മകത വീണ്ടും വീണ്ടും നിറഞ്ഞൊഴുകി വരും തലമുറകളെപ്പോലും ആസ്വദിപ്പിക്കുന്ന ഒരു വലിയ ജനപ്രിയ സാഹിത്യത്തിൻ്റെ ഒരു വലിയ ഒരു ഓളം കേരളത്തിലുണ്ടാക്കാൻ എം മുകുന്ദന് ഇനിയും കഴിയട്ടെ എന്ന് നിങ്ങളോടൊപ്പം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി.